കൂടെ വിരുന്ന് വന്നു. ഒരു ദിവസം അവിടെ താമസിച്ച് അവര് തിരിച്ചുപോയി. 3 ദിവസം കഴിഞ്ഞപ്പോൾ അവർക്ക് കോവിഡ് സ്ഥിരീകരിച്ചു. സ്ഥിരീകരിച്ചപ്പോൾ അവർ വന്ന് താമസിച്ച വീട്ടുകാര് ആകെ അങ്കലാപ്പിലായി. ഇനി എന്ത് ചെയ്യും എന്നറിയാത്ത അങ്കലാപ്പ്. അങ്ങനെ അവരെ എന്നെ വിളിച്ചു. അങ്ങനെ അവർക്ക് ഇവിടെ ടെസ്റ്റ് ഉണ്ടെന്നും ആ ടെസ്റ്റ് നടത്തണം. 2 കുട്ടികൾ, വീട്ടിൽ 2 കുട്ടികളുണ്ട്. 7 വയസ്സായ ഒരു കുട്ടി, 14 വയസ്സായ ഒരു കുട്ടി, അച്ഛൻ, അമ്മ, 80 വയസ്സായ ഒരു മുത്തശ്ശിയും ആ വീട്ടിലുണ്ട്. ഇവരെയൊക്കെ ആകെ വേവലാതിയായി. ആ കുട്ടികൾക്ക് ജലദോഷത്തിന്റെ ലക്ഷണം തുടങ്ങി. അങ്ങനെ എന്ത് ചെയ്യുമെന്ന് അറിയാണ്ട് ഇവർ എന്നെ വിളിച്ചപ്പോ കോവിഡിന്റെ പരിശോധന നടക്കുന്നുണ്ട് അന്ന് രാമനാട്ടുകരയിൽ. അപ്പൊ ഞാൻ അവരോട് പറഞ്ഞു പരിശോധനാ കേന്ദ്രത്തിൽ പോകണം. അങ്ങനെ അവരവിടെ പോയി, കുട്ടികളെ 2 പേരെയും അവിടെ പോയി. ഇവരെല്ലാവരും പരിശോധന നടത്തി. ഈ 2 കുട്ടികൾക്ക് കോവിഡ് സ്ഥിരീകരിച്ചു. അപ്പൊ ഇത് ആന്റിജൻ ടെസ്റ്റ് ആണ്. ഇതിന്റെ റിസൾട്ട് വലിയ വൈകിട്ട് റിസൾട്ട് വന്നപ്പോ ഇവർക്ക് ഈ കുട്ടികളെ കോവിഡ് ചികിത്സാ കേന്ദ്രത്തിലേക്ക് കൊണ്ടുപോകാൻ പറ്റില്ല. കാരണം ആംബുലൻസ് രാത്രി ഓടിക്കില്ല. കാരണം ഒരു സ്ത്രീയെ ആംബുലൻസിൽ വെച്ച് പീഡിപ്പിച്ചതിന്റെ അടിസ്ഥാനത്തിൽ രാത്രി ആംബുലൻസ് വിടില്ല. അതുകൊണ്ട് ഇവർക്ക് രാത്രി കോവിഡ് ചികിത്സാ കേന്ദ്രത്തിലേക്ക് പോകാൻ പറ്റില്ല. അപ്പൊ ഇവർ രാത്രി 2 കുട്ടികളെയും വെച്ച് ആ വീട്ടിൽ തങ്ങണം. 80 വയസ്സായ മുത്തശ്ശി, റിസ്കി ആയിട്ടുള്ള 80 വയസ്സായ മുത്തശ്ശി ആ വീട്ടിലുണ്ട്. എന്ത് ചെയ്യും? അങ്ങനെ വീണ്ടും ഡോക്ടറുമായിട്ട് ബന്ധപ്പെട്ട് ഞാൻ ഇവരുടെ പ്രയാസങ്ങൾ പറഞ്ഞു. അതിൽ ചെറിയ കുട്ടി, 7 വയസ്സായ കുട്ടി, കഴിഞ്ഞ വർഷം ബേബി മെമ്മോറിയൽ ഹോസ്പിറ്റലിൽ നിന്ന് ചികിത്സ തേടിയതാണ്, ന്യൂമോണിയയ്ക്ക്. അപ്പൊ അതിന്റെ ലക്ഷണം ആ കുട്ടി പ്രകടിപ്പിച്ചു തുടങ്ങി. അപ്പൊ ആകെ ഇവർ വല്ലാത്തൊരു അങ്കലാപ്പിലായി. എന്ത് ചെയ്യുമെന്നറിയാണ്ട് അതിന് ഡോക്ടറെ വിളിച്ചു. ഡോക്ടർ പറഞ്ഞു, ഒരു കാര്യം ചെയ്യും, പേടിക്കണ്ട. രാത്രി അഥവാ ഈ കുട്ടിക്ക് വല്ല പ്രയാസം വരികയാണെങ്കിൽ കോഴിക്കോട് മെഡിക്കൽ കോളേജിലേക്ക് കൊണ്ടുപോകുക. അപ്പൊ ഞാൻ തിരിച്ച് ഡോക്ടറോട് ചോദിച്ചു, ഡോക്ടറെ അതിന് ആംബുലൻസ് വേണ്ടിയില്ലേ? കാരണം കോവിഡ് പോസിറ്റീവായ ഒരു കുട്ടിയെ കൊണ്ടുപോകണമെങ്കിൽ വേണ്ട, അത് നിങ്ങൾ വീട്ടിലെ കാറിൽ കൊണ്ടുപോയിക്കോളൂ. പക്ഷെ എന്നെ വിളിക്കണം. ഓരോ മെഡിക്കൽ കോളേജിൽ എത്തിക്കഴിഞ്ഞാൽ അവിടെ നിന്ന് പറയുകയും വേണം കോവിഡ് പോസിറ്റീവ് ആണ് എന്ന്. അങ്ങനെ പിറ്റേന്ന് വരെ അവരവിടെ കഴിച്ചു കൂട്ടിയ 80 വയസ്സായ അമ്മയ്ക്ക് സ്വയം ഭക്ഷണം പാചകം ചെയ്ത് കഴിക്കാൻ വേണ്ടിയിട്ടും ഡോക്ടർ നിർദ്ദേശിച്ചു. അങ്ങനെ ആ വീട് അന്ന് രാത്രി വല്ലാത്തൊരു അങ്കലാപ്പിൽപ്പെട്ടിട്ടുണ്ടാവും. ഈ സമയത്ത് നമ്മൾ കൈ കോർക്കണം. അവരൊരു കോള് വിളിക്കുമ്പോൾ നമ്മൾ അവർക്ക് വേണ്ടിയിട്ട് ഒരു സാന്ത്വനമായി നിൽക്കണം. അതിന്റെ ഇടയിൽ ആ ഡോക്ടറുമായിട്ട് അവരെ ബന്ധിപ്പിച്ചു കൊടുക്കണം. ഇതാണ് ഒരു ലീഡറുടെ ലക്ഷണം. അവിടെ ഞാൻ എന്തിനും അത് ശ്രദ്ധിക്കണം എന്നുള്ള നിലയ്ക്ക് മാറി നിൽക്കലല്ല. ആരാണ് ഒരു ലീഡർ? ഇതാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. നമുക്ക് ഒന്നിച്ചു പോകാം. നിങ്ങൾ എന്റെ കൂടെ നിൽക്കണം. നിങ്ങൾ ശ്രദ്ധയോടുകൂടി ഇത് കേൾക്കണം. അവസാനം വരെ ഇത് കേൾക്കണം. ഞാൻ 1-2 കാര്യം പറഞ്ഞ് ആ ലീഡർഷിപ്പ് ക്വാളിറ്റിയിലേക്ക് പതുക്കെ കടക്കുകയാണ്. കോഴിക്കോട് വെച്ച് വർഷങ്ങൾക്ക് മുന്നേ ഒരു പരിപാടിയിൽ ഗാന്ധി ഗ്രഹത്തിൽ വെച്ച് ഒരു പരിപാടിയിൽ പങ്കെടുക്കുകയാണ്. ഗാന്ധി ജയന്തിയോടനുബന്ധിച്ച പരിപാടി. 2 ദിവസം മുന്നെയാണ് ഗാന്ധി ജയന്തി. ഇന്നലെയായിരുന്നു ഗാന്ധി ജയന്തി. ഗാന്ധി ജയന്തിയോടനുബന്ധിച്ച ഒരു പരിപാടിയിൽ പങ്കെടുക്കുന്ന സമയത്ത് അവിടെ സംസാരിക്കാൻ അന്ന് കൂടെ ഉണ്ടായിരുന്നത് അഴീക്കോട് മാഷാണ്. സുകുമാർ അഴീക്കോട് മാഷായിരുന്നു ഉണ്ടായിരുന്നത്. അന്നാണ് ഞാൻ ആദ്യമായിട്ട് അഴീക്കോട് മാഷെ കാണുന്നതും അവസാനമായിട്ടും കാണുന്നത്. എന്തായാലും ഞങ്ങൾ അവിടെ നിന്ന് കണ്ടു. അന്ന് അരമണിക്കൂർ നേരം വൈകിട്ടാണ് അദ്ദേഹം ആ പരിപാടിക്ക് വന്നത്. അതിനെക്കുറിച്ചൊക്കെ ഞങ്ങൾ ചില തമാശകളൊക്കെ പറഞ്ഞു ആ പ്രസംഗത്തിന് ശേഷം. അതിനുശേഷം അദ്ദേഹം പറഞ്ഞ രസകരമായ ഒരു കാര്യമുണ്ട്. അത് നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് പെടുത്തുന്നു. അദ്ദേഹത്തിന് അധ്യാപകർക്കുള്ള ദേശീയ അവാർഡ് കിട്ടിയിരുന്നു. അത്രേ. ഞങ്ങള് ഗാന്ധിഗ്രഹത്തിന്റെ ഓഫീസിൽ ഇരിക്കുകയാണ് പ്രസംഗം കഴിഞ്ഞ്. അപ്പോഴാണ് ഈ കുശല പ്രശ്നങ്ങൾ, ഈ തമാശ നിറഞ്ഞതും ചിന്തിക്കാൻ ഉതകുന്നതുമായ കാര്യം അദ്ദേഹം ഞങ്ങളോട് പറയുന്നത്. അദ്ദേഹം പറഞ്ഞു അദ്ദേഹത്തിന് അധ്യാപകരുടെ ദേശീയ അവാർഡ് കിട്ടി. അപ്പൊ ഈ ദേശീയ അവാർഡ് വാങ്ങാൻ വേണ്ടിയിട്ട് അദ്ദേഹം ഡൽഹിയിലേക്ക് പോവുകയാണ്. എനിക്ക് തോന്നുന്നു ഇന്ദിരാഗാന്ധിന്നോ മറ്റോ ആണ് ഓ നെഗറ്റീവ് രക്തം സ്വന്തം ശരീരത്തിൽ കരുതിയിരുന്ന ഇന്ദിരാഗാന്ധിയിൽ നിന്നോ മറ്റോ ആണ് അത് സ്വീകരിക്കുന്നത്. അപ്പൊ അദ്ദേഹം പോകാൻ വേണ്ടി നിൽക്കുന്ന സമയത്ത് അദ്ദേഹം വിവാഹിതനല്ല, അദ്ദേഹത്തിന് കുട്ടികളില്ല. അപ്പൊ അദ്ദേഹത്തിന് മക്കൾ എന്ന് കരുതാൻ, മകൻ എന്ന് കരുതാൻ അദ്ദേഹത്തിന്റെ സന്തത സഹചാരിയായിരുന്ന, അദ്ദേഹത്തിന്റെ ഡ്രൈവർ ആയിരുന്ന, അദ്ദേഹത്തിന്റെ PA ആയിരുന്ന ഒരു വ്യക്തിയാണ്. അദ്ദേഹത്തിന്റെ പേര് എനിക്ക് ഓർമ്മയില്ല. അദ്ദേഹത്തിന്റെ മുഖത്ത് വല്ലാത്തൊരു വിഷമം. അപ്പൊ അഴീക്കോട് പറയുകയാണ്. അപ്പൊ അഴീക്കോട് ചോദിച്ചു അത്രേ, അല്ല നിന്റെ മുഖത്ത് എന്താ ഇത്ര ഒരു വിഷമം? അപ്പോ ആ PA പറഞ്ഞു അത്രേ, ഞാൻ ശരിക്കും അവാർഡ് വാങ്ങാൻ വേണ്ടി പോകുമ്പോൾ എന്റെ മുഖത്ത് സന്തോഷമല്ലേ വേണ്ടത്? എന്റെ അച്ഛൻ അവാർഡ് വാങ്ങാൻ വേണ്ടി പോകുമ്പോൾ എന്റെ മുഖത്ത് സന്തോഷം ഉണ്ടാവുക. അപ്പൊ എന്റെ മുഖത്ത് സന്തോഷമല്ലേ വേണ്ടത്? അപ്പോ ആ PA പറഞ്ഞു അത്രേ, അല്ല ഞാൻ ഇങ്ങനെ ചിന്തിക്കുകയായിരുന്നു, എല്ലാ സംസ്ഥാനത്തിൽ നിന്നും ദേശീയ അവാർഡ് കിട്ടിയ അധ്യാപകരൊക്കെ സൂട്ടും കോട്ടും ടൈയും ഒക്കെ കെട്ടി നല്ല സുന്ദര കുട്ടപ്പന്മാരായി ഇത് വന്ന് വാങ്ങുമ്പോ, അതായത് ഈ ഗ്രേറ്റ് ആയിട്ടുള്ള ഈ ദേശീയ അവാർഡ് വാങ്ങുമ്പോ, നിങ്ങൾ ഇനി അഴീക്കോടിന്റെ ഭാഷയാണ് ഞാൻ കടമെടുക്കുന്നത്, നിങ്ങൾ ഈ ജുബ്ബയും
ഈ മുണ്ടും ധരിച്ച് അങ്ങോട്ട് ചെല്ലുമ്പോഴത്തെ ഒരു അവസ്ഥ ആലോചിച്ച് ദുഃഖിച്ചു പോയതാണ് ഞാൻ എന്ന് PA പറഞ്ഞു അത്രേ. അപ്പോ അഴീക്കോട് സ്വതസിദ്ധമായ ശൈലിയിൽ അദ്ദേഹത്തിനോട് തിരിച്ചു മറുപടി പറഞ്ഞു, എന്റെ ഒപ്പം നടന്ന് എന്റെ തലയിലൂടെ പോകുന്ന കാറ്റ് നിന്റെ തലയിൽ തട്ടിയിട്ട് നിനക്ക് ബുദ്ധി കൂടി എന്നാണ് ഞാൻ വിചാരിച്ചത്. പക്ഷെ എനിക്കിപ്പോ മനസ്സിലായി എന്റെ തലയിലൂടെ പോയ കാറ്റ് നിന്റെ തലയിലേക്കല്ല വന്നത് എന്ന് എനിക്കിപ്പോ മനസ്സിലായി എന്ന് സ്വതസിദ്ധമായ അഴീക്കോടൻ ശൈലിയിൽ അദ്ദേഹം PAയോട് മറുപടി പറഞ്ഞതിന് ശേഷം ഒരു കാര്യം കൂടി അദ്ദേഹം കൂട്ടിച്ചേർത്തു. ആ PAയോട് അദ്ദേഹം ഒരു കാര്യം കൂടി പറഞ്ഞു. അതെന്താന്ന് വെച്ചാല് ഇത്രയും എല്ലാ സംസ്ഥാനങ്ങളിൽ നിന്നും ദേശീയ അവാർഡ് കിട്ടിയ ആളുകളൊക്കെ സൂട്ടും കോട്ടും ടൈയും ഒക്കെ കെട്ടി വരിയായിട്ട് ഈ അവാർഡ് വാങ്ങാൻ വേണ്ടി വന്നിരിക്കുമ്പോ അതിന്റെ ഇടയില് ഈ ഉണക്ക ജുബയും ഈ മുണ്ടും ധരിച്ച് ഞാൻ അവിടെ ചെന്ന് നിൽക്കുമ്പോൾ ആളുകൾ ആരെയാണ് ശ്രദ്ധിക്കുക? ക്യാമറകൾ ആരെ നോക്കിയാണ് മിന്നി മായുക? ഈയ്ക്ക് ഒരു ഉത്തരവും ഉണ്ടായിരുന്നില്ല. അതിനുശേഷം അഴീക്കോട് മാഷ് നമ്മളോട് തിരിച്ചു പറഞ്ഞ ഒരു മറുപടി ഉണ്ട്. അതാണ് ലീഡർഷിപ്പ് ക്വാളിറ്റിയിൽ നിങ്ങൾ എല്ലാവരും കേൾക്കേണ്ട മറുപടി. അത് ശ്രദ്ധിച്ചു കേൾക്കൂ. എന്താണ് ആ മറുപടി? അദ്ദേഹം പറഞ്ഞ മറുപടി, ഒരാൾക്കൂട്ടമാവാതിരിക്കൂ. ഒന്നുകൂടെ പറയാ, വാക്കൊന്നുകൂടെ പറയാ, ഒരാൾക്കൂട്ടമാവാതിരിക്കൂ, വേറിട്ട് നിൽക്കൂ. നിങ്ങളെ കാട്ടിക്കൊടുക്കുന്ന, ഈ സമൂഹത്തിന് കാട്ടിക്കൊടുക്കുന്ന ഒരു വേറിട്ട വ്യക്തിത്വമായിട്ട് നിങ്ങൾ നിലനിൽക്കുമ്പോഴാണ് നിങ്ങളെ ലീഡർ എന്ന് വിളിക്കുന്നത്. എല്ലാവരും പോണ ഒഴുക്കിൽ നിങ്ങൾ പോകുന്നുവെങ്കിൽ നിങ്ങളെ ലീഡർ എന്ന് ഒരിക്കലും വിളിക്കില്ല എന്ന് പറഞ്ഞിട്ട് അഴീക്കോട് ഒരു കാര്യം കൂടി കൂട്ടിച്ചേർത്തു. അതെന്താ കാര്യം എന്ന് വെച്ചാല്, ഒരു പൂച്ച ഒരു തൊടിയിൽ നിന്ന് മറ്റൊരു തൊടിയിലേക്ക് നടന്നു പോയാൽ അവിടെ പുല്ല് ഒക്കെ കരിഞ്ഞ് ഒരു വഴി ഉണ്ടായിട്ടുണ്ടാവും. ഒരു പൂച്ച സ്ഥിരമായിട്ട് ഒരു തൊടിയിൽ നിന്ന് അല്ലെങ്കിൽ ഒരു പറമ്പിൽ നിന്ന് മറ്റൊരു പറമ്പിലേക്ക് നടന്നു പോകുമ്പോൾ ആ പോയ സ്ഥലത്ത് ഒരു വഴി ഉണ്ടാവും. നമ്മൾ കടന്നുപോയ സ്ഥലത്ത് എവിടെയും ഒരു വഴി കാണാനില്ല. കാരണം നമ്മൾ കാല് വെച്ചിട്ടല്ല അത്രയെ നടന്നു പോയത്. പലപ്പോഴും പലരും തള്ളിയിട്ട് കാല് വലിക്കുകയായിരുന്നു. കാല് വലിക്കുന്നിടത്ത് ആരാണ് കടന്നുപോയത് എന്നൊരടയാളം ഉണ്ടാവില്ല. പക്ഷെ ആരും തള്ളിയിട്ടല്ല നമ്മൾ മുന്നോട്ട് പോകേണ്ടത്. നമ്മുടെ കാല് നിലത്ത് പതിപ്പിച്ച് മുന്നോട്ട് നടക്കൂ. അവനെയാണ് ലീഡർ എന്ന് വിളിക്കുന്നത്. ഇനി എന്താണ് ഒരു ലീഡറുടെ ഗുണം? ആരാണ് ഒരു ലീഡറായി തീരുന്നത്? ഇത് കണ്ടുകൊണ്ട് നമുക്ക് എന്താണ് കുഴപ്പം പറ്റുന്നത് എന്നുകൂടി കണ്ടിട്ട് നമുക്ക് ഇന്നത്തെ ഈ സെഷൻ മാക്സിമം പോയാൽ 1 മണിക്കൂർ, അതിന്റെ അപ്പുറം ഞാൻ പോവില്ല. 4 മണിയോടുകൂടി നമുക്ക് ഈ സെഷൻ അവസാനിപ്പിക്കണം. നിങ്ങൾ 4 മണി വരെ തുടരുമെന്നാണ് എന്റെ പ്രതീക്ഷ. ഇത് കേട്ട് കഴിഞ്ഞതിന് ശേഷം അവസാനം നിങ്ങൾ ഇതിന്റെ ഒരു അഭിപ്രായം കൂടി എന്നോട് പറയണം. കാരണം ഇതിൽ പരിമിതി ഉണ്ട് എനിക്ക്. ഞാൻ ഈ പരിമിതിയിൽ നിന്നുകൊണ്ടാണ് നിങ്ങളോട് സംസാരിക്കുന്നത്. നാളെ വൈകിട്ടും എനിക്ക് പരിപാടിയുണ്ട്. യൂട്യൂബ് ലൈവില് നാളെ വൈകിട്ടും എനിക്ക് പരിപാടിയുണ്ട്. എന്തായാലും ആരാണ് ഒരു ലീഡർ? എന്താണ് അദ്ദേഹത്തിന്റെ പ്രത്യേകത? ശ്രദ്ധിക്കും. എന്റെ സ്വന്തം അനുഭവത്തിൽ നിന്ന് ഞാൻ ഒരു ലീഡറെ നിങ്ങൾക്ക് കാട്ടിത്തരാൻ പോവുകയാണ്. ശ്രദ്ധിച്ച് കാണൂ, അയാൾ ആരാണ്, എന്താണ് അദ്ദേഹത്തിന്റെ പ്രത്യേകത എന്ന്. വരൂ, നമുക്ക് ഒന്നിച്ചു നടക്കാം. പാമ്പൻ പാലത്തിന്റെ മുകളിലൂടെ നമുക്കൊന്ന് പോകാം. ഈ കൊറോണ കാലഘട്ടത്തിൽ മനസ്സുകൊണ്ടൊരു യാത്ര ചെയ്യുന്നത് ഏറെ നല്ലതാണ്. ഒരുപക്ഷെ പാമ്പൻ പാലം നിങ്ങൾ കേട്ടിട്ടുണ്ടോ എന്നറിയില്ല. രാമേശ്വരം ദ്വീപിനെയും ഇന്ത്യയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന 2.5 കിലോമീറ്റർ നീളം വരുന്ന അതിബൃഹത്തായ പാലം, അതാണ് പാമ്പൻ പാലം. ആ പാമ്പൻ പാലത്തിന്റെ മുകളിലൂടെ 7ഓ 8ഓ തവണ കയറി ഇറങ്ങിയിട്ടുണ്ട് ഞാൻ. ആ പാമ്പൻ പാലത്തിന്റെ മുകളിലൂടെ അപ്പുറത്തേക്ക് കയറിയാൽ എന്താ പാമ്പൻ പാലത്തിന്റെ പ്രത്യേകത? കടലിന് മുകളിലൂടെയാണ് ആ പാലം. അത് അത്ഭുതമാണ്. ആ കടലിന് മുകളിലൂടെ റോഡ് പാലമുണ്ട്. നമ്മള് വണ്ടിക്കാണ് പോണതെങ്കിൽ റോഡ് പാലമുണ്ട്. അപ്പുറത്ത് നമുക്ക് റെയിൽ പാലം കാണാം. ഈ 2 പാലവും രാമേശ്വരവും അതായത് ഇന്ത്യ എന്ന് പറയുന്ന ആ സബ് കോണ്ടിനെയും തമ്മിൽ ബന്ധിപ്പിക്കുന്നതാണ്. അതിൽ ഒരുപാട് തവണ കയറി പോയിട്ടുണ്ട്. ആ പാമ്പൻ പാലത്തിന്റെ അപ്പുറത്തേക്ക് നമ്മൾ കടന്നാൽ, പാമ്പൻ പാലം കടന്ന് നമ്മൾ അപ്പുറത്തേക്ക് കടന്നാൽ അവിടെ 2 പ്രത്യേകതകൾ നമുക്ക് കാണാൻ സാധിക്കും. ഒന്ന്, രാമേശ്വരം ഇടനാഴിയാണ്. ഏകദേശം 1210ഓളം തൂണുകളുള്ള രാമേശ്വരം ഇടനാഴി ചരിത്രത്തിൽ എന്നേക്കും അത്ഭുതമാണ്. അതുകൂടാതെ രണ്ടാമതൊരു പ്രത്യേകതയുണ്ട്. രാമേശ്വരം ഇടനാഴിയിൽ നിന്ന് 1 കിലോമീറ്റർ അപ്പുറത്തേക്ക് നമ്മൾ കടന്നാൽ അവിടെ കലാംസ് ഹൗസ് നിങ്ങൾക്ക് കാണാം. ലോകം കണ്ട എക്കാലത്തെയും പ്രശസ്തനായ പ്രസിഡന്റ്, ഷിലോങ്ങിലെ IIT-യിൽ തന്റെ കർമ്മത്തെ അവസാനിപ്പിച്ച് കടന്നുപോയ മഹാത്മാവായ ഡോക്ടർ ആവിൽ ഫക്കീർ ജൈനുലാബ്ദീൻ അബ്ദുൽ കലാമിന്റെ വീട് അവിടെ നമുക്ക് കാണാം. ആ വീട്ടിലേക്ക് ഒരുപാട് തവണ ഞാൻ കയറിയിട്ടുണ്ട്. കലാമിനെ ഞാൻ കാണുന്നത് ഹൈദരാബാദിൽ വെച്ചാണ്. കലാമിന്റെ 2 പ്രത്യേകത ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്.
അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട അദ്ദേഹത്തിന്റെ ഒന്നാമത്തെ പ്രത്യേകത, അദ്ദേഹത്തിന്റെ നടത്തത്തിന് ഇത്തിരി സ്പീഡ് കൂടുതലാണ്. അതായത് ഞാൻ മനസ്സിലാക്കിയെടുത്തോളം, ഞാൻ വായിച്ച് മനസ്സിലാക്കിയെടുത്തോളം നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്താ വെച്ചാൽ, ലോകത്തിലെ മഹാന്മാർക്കൊക്കെ, അതായത് ഇന്ത്യയിലെ പ്രത്യേകിച്ചും മഹാന്മാർക്കൊക്കെ നടത്തത്തിന് ഇത്തിരി സ്പീഡ് കൂടുതലായിരുന്നു അത്രേ. ഇന്ദിരാഗാന്ധി ടോപ്പ് സ്പീഡിലാണ് നടന്നിരുന്നത്, കലാം ടോപ്പ് സ്പീഡിലായിരുന്നു നടന്നിരുന്നത്. അദ്ദേഹത്തിന്റെ ഒപ്പം സെക്യൂരിറ്റി പേഴ്സണൽസ് എത്തിപ്പെടാൻ പെടാപ്പാട് പെട്ടിരുന്നു എന്നാണ് പറയപ്പെടുന്നത്. പോരാ, 1948 ജനുവരി മാസം 30-ാം തീയതി വെള്ളിയാഴ്ച വൈകുന്നേരം 5:17 നാഥുറാം വിനായക് ഗോഡ്സെയുടെ ഇറ്റാലിയൻ പിസ്റ്റളായ ബറേറ്റയിൽ നിന്നും 3 വെടിയുണ്ടകൾ ഏറ്റുവാങ്ങി താഴേക്ക് നിലം പൊത്തിയ കൃഷ്ണഗാത്രനായ മഹാത്മാഗാന്ധി നടന്ന് നീങ്ങിയതും അല്പം സ്പീഡിലാണ്. ആ വീഡിയോ നിങ്ങൾക്ക് നോക്കിയാൽ അറിയാം, നല്ല സ്പീഡിലാണ് ഗാന്ധി ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് നടന്ന് നീങ്ങിയത്. അവസാനത്തെ പ്രാർത്ഥനാ സമ്മേളനത്തിന് ബിർള ഹൗസിലേക്ക് പോകുമ്പോഴും മനുവിന്റെയും ആഭയുടെയും ചുമലിൽ കൈയിട്ടിട്ട് ഗാന്ധി കുറച്ച് സ്പീഡിലാണ് നടന്നിരുന്നത് എന്ന് കാണാം. അത് നേതാവിന്റെ ഗുണമാണ്, നേതൃഗുണമാണ്. എന്തായാലും ആവട്ടെ, കലാമിന്റെ 2 പ്രത്യേകതകൾ നമ്മൾ കണ്ടു. കലാം ഹൗസിൽ നിന്ന് താഴേക്ക് ഇറങ്ങൂ. ഞാന് അവിടെ പറയാൻ ഉദ്ദേശിച്ചത് കലാമിനെ അല്ല, മറിച്ച് ഒന്ന് വരൂ. ആ പാമ്പൻ പാലം കടന്നു, നമ്മൾ രാമേശ്വരം ദ്വീപിലേക്ക് കടന്നു. രാമേശ്വരം ദ്വീപിലൂടെ നമ്മൾ മുന്നോട്ട് നടക്കുമ്പോൾ ധനുഷ്കോടി എന്ന് പറയുന്ന സ്ഥലം കാണാം. കടലിന് നടുവിലേക്ക് 12 കിലോമീറ്റർ, എന്റെ ഓർമ്മ ശരിയാണെങ്കിൽ 12 കിലോമീറ്റർ കടലിന് നടുവിലേക്ക് ഒരു പൂഴിത്തിട്ടാണ്. ആ പൂഴിത്തിട്ടിലൂടെ പണ്ട് ഞാൻ ഫിജിക്കാരുള്ള കാലത്ത് അവിടെ പോകുമ്പോൾ അവിടെ ട്രക്കാണുള്ളത്. ആ ട്രക്കിന്റെ മുകളിൽ കയറി നിന്ന് പിടിച്ചിട്ടാണ് വെള്ളത്തിലേക്ക് ഇറങ്ങി മുകളിലേക്ക് കയറി, വെള്ളത്തിലേക്ക് ഇറങ്ങി മുകളിലേക്ക് കയറിയിട്ടാ പോവുക. ഇപ്പൊ അവിടേക്ക് എന്താ പറയാ, റോഡുണ്ട്, ശരിക്ക് എന്താ പറയാ, വണ്ടി പോകും, ആ തല വരെ പോകും. 12 കിലോമീറ്റർ കടലിന്റെ നടുവിലേക്ക് പോകുമ്പോ നിങ്ങളൊന്ന് നോക്കുക, 2 ഭാഗത്തും മണൽപ്പരപ്പുകൾ കാണാം. അവിടെ 2 സൈഡിലേക്ക് ഒന്ന് നോക്കുക. ആ ധനുഷ്കോടിയിലേക്ക് പോകുമ്പോ ആ 2 സൈഡിലും കെട്ടിടങ്ങള് തലങ്ങും വിലങ്ങും വീണ് കിടക്കുന്നത് കാണാം. ഒരു സ്കൂള് മറഞ്ഞു വീണ് കിടക്കുന്നുണ്ട്, അപ്പുറത്തൊരു റെയിൽവേ സ്റ്റേഷൻ വീണ് കിടക്കുന്നുണ്ട്, ഇപ്പുറത്തൊരു ക്രിസ്ത്യൻ പള്ളി വീണ് കിടക്കുന്നുണ്ട്. അവിടുത്തുകാരോട് ചോദിക്കൂ, എങ്ങനെ ആ കെട്ടിടങ്ങളൊക്കെ നിലംപൊത്തി, എങ്ങനെയാണ് ആ കെട്ടിടങ്ങളൊക്കെ താഴേക്ക് വീണത്? അപ്പൊ അവിടുത്തുകാർ മറുപടി പറഞ്ഞു തരും, 1964 ഇവിടെ, അതായത് രാമേശ്വരം ദ്വീപില് ഒരു കൊടുങ്കാറ്റും സുനാമിയും ആഞ്ഞടിച്ചിരുന്നു. ആ കൊടുങ്കാറ്റും സുനാമിയും ആഞ്ഞടിച്ചപ്പോ അന്ന് പാമ്പൻ പാലത്തിന്റെ മുകളിലൂടെ, ശ്രദ്ധിക്കണം, 2.5 കിലോമീറ്റർ നീളം വരുന്ന കടലിന് മുകളിലൂടെയുള്ള പാമ്പൻ പാലത്തിന്റെ മുകളിലൂടെ ഒരു ട്രെയിൻ കടന്നു പോവുകയാണ്. അപ്പൊ ട്രെയിനിലെ ലോക്കോ പൈലറ്റ് എന്ന് വെച്ചാല്, പൈലറ്റ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഉദ്ദേശിക്കുന്ന വിമാനത്തിലെ പൈലറ്റ് അല്ല. വിമാനത്തിൽ കാറ്റ് പിടിച്ച പിന്നെ ഒന്നും നോക്കേണ്ടി വരില്ല. കാരണം ഇവിടെ നമുക്കറിയാം, കരിപ്പൂരിലെ ആ മഹാമനുഷ്യനെ നിങ്ങൾ അദ്ദേഹത്തെ കാണിച്ചു തരാതെ പോകുന്നത് ഒരു മോശമാണ്. ഇപ്പൊ ഓർമ്മ വന്നപ്പോ അദ്ദേഹത്തെ ഒന്ന് ഓർക്കാതെ പോകുന്നതും മോശമാണ്. ഇദ്ദേഹത്തെ നിങ്ങൾ കാണുന്നുണ്ടോന്ന് അറിയില്ല, സ്ക്രീനിനോട് അടുപ്പിച്ച് പിടിക്കുന്നു. ഒരു ജേണലിൽ വന്ന ഒരു ഫോട്ടോ ആണ് അദ്ദേഹത്തിൻ്റെത്. സാഠെ, അതായത് വളരെ മോശപ്പെട്ട കാലാവസ്ഥയിൽ മലപ്പുറത്തെ കൊണ്ടോട്ടിക്കടുത്തുള്ള എയർപോർട്ടിലേക്ക് വിമാനത്തെ ലാൻഡ് ചെയ്യിപ്പിക്കുമ്പോ വിമാനം തന്റെ കൈപ്പിടിയിൽ നിന്ന് വിട്ടു എന്ന് മനസ്സിലാക്കിയ മഹാമനുഷ്യൻ അതിലുള്ള ജീവനെ രക്ഷിക്കാൻ വേണ്ടിയിട്ട് തന്നാലാവുന്ന പെടാപ്പാടുകൾ മുഴുവൻ ചെയ്തു, തന്റെ ജീവനെ തൃണവൽക്കരിച്ചുകൊണ്ട്. ആ സമയത്ത് അദ്ദേഹം അവസാനം ചെയ്ത ഒരു, അത് ശരിയോ തെറ്റോ എന്ന് എഞ്ചിനീയർമാരോട് ചോദിച്ചാൽ അവർ പറയുന്നത് ചെയ്യരുതായിരുന്നു എന്നാണ്. പക്ഷെ അദ്ദേഹം അവസാനത്തെ കൈക്ക് അതും ചെയ്തു, വിമാനത്തിന്റെ എൻജിൻ ഓഫാക്കി. ആ എൻജിൻ ഓഫാക്കിയതിനെ കൊണ്ട് ഒരുപാട് ഗുണം ഉണ്ടായോ എന്നറിയില്ല. വിമാനം കത്താതിരുന്നത് മഴയും ഈ എൻജിൻ ഓഫാക്കിയതും കൊണ്ടാണോ എന്നറിയില്ല. എന്തായാലും ദൈവാധീനം കൊണ്ട് കൂടുതൽ ആളുകൾ മരണപ്പെടുന്നതെന്ന് നമ്മൾ അന്ന് രക്ഷപ്പെട്ടു. സാഠയോടുള്ള കടപ്പാട് മറക്കാൻ പറ്റില്ല. ഒരു അത്ഭുത മനുഷ്യനാണ്. ഞാൻ അദ്ദേഹത്തെ കുറിച്ച് ഇപ്പൊ പറയാൻ സമയമില്ല. വിമാനത്തിന് കാറ്റ് പിടിച്ചാൽ നിവൃത്തിയൊന്നും ഉണ്ടാവില്ല, നേരെ താഴേക്ക് പോരും. പക്ഷെ ഇവിടെ പൈലറ്റ് എന്ന് ഞാൻ പറഞ്ഞത് ട്രെയിനിലെ ലോക്കോ പൈലറ്റും കോ പൈലറ്റും ഈ കാറ്റ് വരുന്നത് കാണുന്നുണ്ട്. പക്ഷെ ട്രെയിൻ ചവിട്ടി നിർത്തിയാൽ ട്രെയിൻ പാലത്തിന്റെ നടുവിൽ നിൽക്കും, ചവിട്ടിയെടുത്ത് നിൽക്കൂല. അത് കുറച്ച് മുന്നോട്ട് നീങ്ങിയിട്ടേ നിൽക്കുള്ളൂ. പാലത്തിന്റെ നടുവിൽ ഈ ട്രെയിൻ പോയി നിന്നാൽ കാറ്റ് അതിനെ പിടിച്ചു കഴിഞ്ഞാൽ ഉറപ്പാണ് അത് കടലിലേക്ക് വീഴും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. അതുകൊണ്ട് എന്തായാലും ഈ ട്രെയിന് പാലത്തിലേക്ക് കയറി, ഇനി ഒന്നും നോക്കണ്ട, മാക്സിമം സ്പീഡിൽ അവർ ചവിട്ടി മുന്നോട്ട് വിട്ടു. പരമാവധി ബോഗികൾ രാമേശ്വരത്തേക്ക് കയറി നിൽക്കട്ടെ, കരയിൽ വീണാല് അത്ര വലിയ പ്രശ്നം വരില്ലല്ലോ എന്നുള്ള നിലയ്ക്കാണ്. പക്ഷെ ഈ കടലിന്റെ നടുവില്, ഈ പാലത്തിന്റെ നടുവിൽ എത്തിയപ്പോ ആ കൊടുങ്കാറ്റ് അതിനെ പിടിച്ചു. ആ
ട്രെയിൻ മാത്രമല്ല, ആ പാലമടക്കം കടലിനോട് മുകളിലൂടെയുള്ള 2.5 കിലോമീറ്റർ നീളം വരുന്ന പാമ്പൻ പാലവും ആ ട്രെയിനും ഒന്നടക്കം കടലിലേക്ക് നിലം പൊത്തി. 100-ലധികം യാത്രക്കാരും ഉണ്ടായിരുന്നു ആ ട്രെയിനിൽ. അവരെല്ലാവരും മരണപ്പെട്ടു എന്ന് മാത്രമല്ല, ഏകദേശം 2000-ലധികം ആളുകൾ രാമേശ്വരത്തും മരണപ്പെട്ടു. ആ പാമ്പൻ പാലം തകർന്ന് വീണപ്പോൾ രാമേശ്വരം ദ്വീപുമായിട്ടുള്ള ബന്ധം നഷ്ടപ്പെട്ടു ഇന്ത്യക്ക്. ഓരോ സമയത്ത് നമുക്ക് ഓരോ പ്രശ്നം ഉണ്ടാവും. പ്രളയം വന്നു, പ്രളയം 2 തവണ നമ്മളെ വന്നു ബുദ്ധിമുട്ടിപ്പിച്ചു. ഇപ്രാവശ്യം വലിയ ബുദ്ധിമുട്ടില്ലാണ്ട് കടന്നുപോയി. ഇപ്രാവശ്യം നമുക്ക് എന്താ പറയാ, കൊറോണയാണ് വന്നത്. ഇനി കൊറോണ കഴിഞ്ഞാൽ ബുദ്ധിമുട്ട് വരും. ജീവിതം പ്രതിസന്ധി നിറഞ്ഞതും സുഖം നിറഞ്ഞതുമാണ്. രണ്ടിനെയും ഒരേപോലെ നേരിട്ട് മുന്നോട്ട് പോകാൻ പഠിക്കലാണ് എന്റെ മുന്നിലിരിക്കുന്ന നിങ്ങളെ പോലുള്ള ലീഡർമാർക്കുള്ള ഏറ്റവും വലിയ ക്വാളിറ്റി ആയിരിക്കുന്നത്. സന്തോഷം വരുമ്പോൾ തുള്ളിച്ചാടുകയും ദുഃഖം വരുമ്പോൾ ഇരുന്ന് മോങ്ങുകയും അല്ല ഒരു ലീഡറുടെ ലക്ഷ്യം. അതിനെ തരണം ചെയ്ത് അപ്പുറത്തേക്ക് കടക്കാൻ പഠിക്കലാണ്. ഇവിടെ അത് നമുക്ക് കാണാം ഒരു ലീഡറിലൂടെ. അത് കാണിച്ചു തരാൻ തന്നെയാണ് പോയത്. എന്നിട്ട് നമുക്ക് എന്താ പറ്റുന്നതെന്നുള്ളത് നമുക്ക് കാണുകയും വേണം. പാമ്പൻ പാലം തകർന്ന് താഴേക്ക് വീണപ്പോ രാമേശ്വരം ദ്വീപുമായിട്ടുള്ള ബന്ധം നഷ്ടപ്പെട്ടപ്പോൾ അന്നത്തെ ഇന്ത്യ സർക്കാർ, 64-ലെ ഇന്ത്യ സർക്കാർ ചിന്തിച്ചു എന്ത് ചെയ്യും, അവർക്ക് ഭക്ഷണം എത്തിക്കണം, അവർക്ക് ബാക്കി എല്ലാ സാധനങ്ങളും എത്തിക്കണം, എന്ത് ചെയ്യും. അങ്ങനെയാണ് അവർ പട്ടാമ്പിക്കടുത്തുള്ള കറുകപ്പുത്തൂർ ഗ്രാമത്തിലുള്ള ആ കരുത്തനായ ആ മനുഷ്യനെ വിളിച്ചത്. ആ മനുഷ്യനാണ് പൊന്നാനിയിൽ എന്റെ മുന്നിലിരുന്ന് എന്റെ ടോക്ക് കേൾക്കുന്നത്. ആ പ്രസംഗം കഴിഞ്ഞ് ഞാൻ താഴേക്ക് ഇറങ്ങുമ്പോൾ അദ്ദേഹം നെഞ്ചോട് ചേർത്ത് നിർത്തി. അതിയായ സന്തോഷം തോന്നി ആ മഹാമനുഷ്യനെ അവിടെ വെച്ച് കാണാൻ കഴിഞ്ഞതിൽ. നിങ്ങൾ ശ്രദ്ധിക്കൂ, ആരാണ് ആ മനുഷ്യൻ? ആരാണ് പട്ടാമ്പിക്കാരനായ കറുകപ്പുത്തൂർ ഗ്രാമത്തിൽ ജീവിച്ച, സാധാ സ്കൂളിൽ പഠിച്ച് പുറത്തേക്കിറങ്ങി ലോകം കണ്ട എക്കാലത്തെയും പ്രശസ്തനായ മനുഷ്യൻ? ആ മനുഷ്യനെ ഒന്ന് കാട്ടിത്തരാം. ആ മനുഷ്യനെയാണ് 64-ലെ ഈ ജോലി, ഏത് പാമ്പൻ പാലം പുതുക്കി പണിയുന്ന ജോലി ഏൽപ്പിച്ചത്. അദ്ദേഹം ആ ജോലി 6 മാസം അനുവദിച്ചു. പക്ഷേ 6 മാസം എടുത്തില്ല. വെറും 1.5 മാസം കൊണ്ട് അദ്ദേഹം അതിന്റെ പണി പൂർത്തിയാക്കി. അത് സർക്കാരിന് കൈമാറിയപ്പോൾ ലോകത്തിലെ എക്കാലത്തെ അത്ഭുതമായിരുന്നു കടലിന് മുകളിലൂടെയുള്ള 2.5 കിലോമീറ്റർ നീളം വരുന്ന പാമ്പൻ പാലത്തെ പുതുക്കി പണിത ആ വലിയ ചാരുത. അങ്ങനെ അദ്ദേഹത്തെ ഡൽഹി മെട്രോയുടെ പണി ഏൽപ്പിച്ചു. അതിനുശേഷമാണ് കൊച്ചി മെട്രോ. നിങ്ങൾ എറണാകുളത്തൂടെ പോകുമ്പോ കൊച്ചി മെട്രോ നിങ്ങൾക്ക് കാണാം. ഒരുപാട് ഗതാഗത കുരുക്കുകളെ ഇല്ലാണ്ടാക്കിയ അതിസുന്ദരമായ സാങ്കേതിക വിദ്യ. ആ കൊച്ചി മെട്രോയുടെ അമരക്കാരനായി നിന്ന മഹാമനുഷ്യനായിരുന്നു കേരളക്കാര് ഉറക്ക വിളിക്കുന്ന മെട്രോമാൻ. ഒരുപക്ഷെ ഇന്ന് പാലാരിവട്ടം പാലം, നിങ്ങൾ കേട്ടിട്ടുണ്ടാവും പാലാരിവട്ടം പാലം പുതുക്കി പണിയാൻ സർക്കാർ ഏൽപ്പിച്ചത് ആ മനുഷ്യനെയാണ്. ഒന്ന് ശ്രദ്ധിക്കൂ, ആ മനുഷ്യൻ നോക്കൂ, ഈ കൊച്ചി മെട്രോയുടെ പണി പൂർത്തിയാക്കി കഴിഞ്ഞ് അതിന്റെ ഉദ്ഘാടന സദസ്സിൽ ആണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. ഉദ്ഘാടന സദസ്സില് അദ്ദേഹത്തിന് കിട്ടിയ അത്ര കയ്യടി ആ വേദിയിൽ ഉണ്ടായിരുന്ന ഒരാൾക്കും കിട്ടിയിട്ടില്ല. ഈ ശ്രീധരൻ അഥവാ ദ ഗ്രേറ്റ് ലെജൻഡ് ഈ ശ്രീധരൻ എന്ന് സ്വാഗത ഭാഷകൻ പറഞ്ഞപ്പോ സദസ്സുന്ന ആളുകൾ എഴുന്നേറ്റ് കൈയടിക്കുന്ന കാഴ്ച നമ്മൾ കണ്ടു. പിന്നീട് ഒരിക്കലും ചിലപ്പം ശ്രീധരന്റെ പേര് അദ്ദേഹം ഉച്ചരിക്കാൻ പേടിച്ചിട്ടുണ്ടാവും. കാരണം 2ാമത് ആൾക്കാർ എഴുന്നേറ്റ് വീണ്ടും കൈയടിച്ചാലോ എന്ന് പേടിച്ചിട്ടാണ്. എന്തായാലും ആട്ടെ, ആ ഈ ശ്രീധരനാണ് ആ കൊച്ചി മെട്രോയുടെ പണി പൂർത്തിയാക്കിയത്. ആ ഈ ശ്രീധരനെ കൊച്ചി മെട്രോയുടെ പണി പൂർത്തിയാക്കി കഴിഞ്ഞപ്പോ ഏഷ്യാനെറ്റുകാര് ഇന്റർവ്യൂ നടത്തിയിരുന്നു. ഇന്റർവ്യൂ നടത്തിയപ്പോ അദ്ദേഹത്തോടൊരു ചോദ്യമാണ് ഏഷ്യാനെറ്റുകാർ ചോദിച്ചത്. എങ്ങനെ വിജയിച്ചു, എങ്ങനെ നിങ്ങൾ നേതാവായി ജീവിതത്തിൽ? ആ ചോദ്യത്തിന് ഈ ശ്രീധരൻ പറഞ്ഞ ഒരു മറുപടി ഉണ്ട്. പ്രിയരെ, എന്റെ മുന്നിൽ ഇരിക്കുന്ന കരുത്തുറ്റ ലീഡർമാരെ, തെരഞ്ഞെടുക്കപ്പെട്ട ലീഡർമാരെ, കരുത്തന്മാരെ, ശ്രദ്ധയുള്ളവരെ. അതിന് അദ്ദേഹം പറഞ്ഞ മറുപടി ശ്രദ്ധിച്ച് കാതു കൂർപ്പിച്ച് കേൾക്കൂ. അദ്ദേഹം പറഞ്ഞ മറുപടി, ലോകരുണരുന്നതിന് മുന്നേ ഞാൻ ഉണരുന്നു. ഒന്നുകൂടി ശ്രദ്ധിച്ചു കേൾക്കുക. അയാൾ പറഞ്ഞ മറുപടി, അദ്ദേഹം പറഞ്ഞ മറുപടി, എങ്ങനെ ജീവിതത്തിൽ വിജയിച്ചു, എങ്ങനെ നിങ്ങൾ ലീഡറായി? ആ ചോദ്യത്തിനാണ് അദ്ദേഹം പറഞ്ഞ മറുപടി, ലോകരുണരുന്നതിന്റെ മുന്നേ ഞാൻ ഉണരുന്നു. നമ്മളോ? ഇതിന് ഒരുപാട് അർത്ഥമുണ്ടേ. നമ്മളോ? ലോകരെല്ലാവരും ഉണർന്നു കഴിഞ്ഞിട്ട് അവസാനം സമയം ഉണ്ടെങ്കിൽ എഴുന്നേൽക്കും. പക്ഷെ ഇദ്ദേഹം അങ്ങനെയല്ലായിരുന്നു. അതൊരർത്ഥം. പിന്നെ നമ്മൾ എന്തെങ്കിലും പരീക്ഷയോ ബാക്കിയൊക്കെ വരികയാണെങ്കിൽ പരീക്ഷയുടെ മൂട്ട് പോയിട്ടാണ് നമ്മൾ ഉണരുക. നേരത്തെ ഉണരുക. നേരത്തെ ഉണർന്ന്
അതിന് വേണ്ടിയിട്ട് പ്രവർത്തിക്കണം. അങ്ങനെയുള്ളവനെ ലീഡറാവും. അതിന്റെ നേരെ മൂട്ടിൽ പോയിട്ട് പ്രവർത്തിക്കണമെങ്കിൽ ലീഡർ ആവില്ല. ഇപ്പൊ ഈ ഒരു പ്രോഗ്രാം ഞാൻ ഇവിടെ നടത്തണമെങ്കിൽ ഞാൻ അതിന് മുൻകൂട്ടി പ്ലാൻ ചെയ്തിട്ടുണ്ടാവും. ചെയ്യണം. ചെയ്തിട്ടില്ലെങ്കിൽ എന്നാലാവുന്ന രീതിയിൽ ചെയ്യണം. ബാക്കി ഫെയിലിയർ ഒക്കെ വരുന്നത് പോട്ടെ, എന്നാലാവുന്ന രീതിയിൽ ചെയ്യണം. ആ ചെയ്തവനായിരുന്നു ഈ ശ്രീധരൻ. അദ്ദേഹം എന്താ പറയാ, ലോകൻ ഉണരണേന്റെ മുന്നേ ഞാൻ ഉണരുന്നു എന്നാണ് പറഞ്ഞത്. എന്താ ലോകൻ ഉണരണേന്റെ മുന്നേ ഉണരുക എന്ന് പറഞ്ഞാല് വെള്ള പൊട്ടണേന്റെ മുന്നേ എല്ലാ ദിവസവും ശ്രീധരൻ എഴുന്നേൽക്കാറുണ്ട്. നമ്മൾ വെളുത്ത് കഴിഞ്ഞിട്ടേ എഴുന്നേൽക്കാറുള്ളൂ. അതുകൊണ്ട് നമ്മൾ ജീവിതത്തിൽ ഉയരത്തിലേക്ക് പോയില്ല, നമ്മൾ താഴേക്ക് പോയി. എന്നാൽ ഈ ശ്രീധരൻ വെള്ള പൊട്ടുന്നതിന്റെ മുന്നേ എഴുന്നേറ്റു. എന്താ വെള്ള പൊട്ടുന്നതിന്റെ മുന്നേ എത്ര വലിയ പ്രത്യേകത? വെളുക്കുന്നതിന്റെ മുന്നേ തൊട്ട് മുന്നേയുള്ള മണിക്കൂറുകൾ, ഏകദേശം 2 മണിക്കൂർ 2.5 മണിക്കൂർ സമയം വളരെ പ്രധാനപ്പെട്ടതാണ്. അവിടെ ഒരുപാട് പ്രത്യേകതകൾ നടക്കുന്നുണ്ട്. എന്താ ആ സമയത്തിന്റെ പ്രത്യേകത? ആ സമയത്ത് എല്ലാ ദിവസവും എഴുന്നേറ്റാൽ രണ്ട് കാര്യം നമുക്ക് ഉറപ്പിച്ച് പറയാം. ഒന്ന്, ആയുസ് കൂടും. സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾ പരീക്ഷിക്കൂ. വെള്ള പൊട്ടുന്നതിന്റെ മുന്നേ സ്ഥിരമായിട്ട് നിങ്ങൾ എഴുന്നേൽക്കുന്നുണ്ട് എന്ന് വെച്ചാൽ നിങ്ങളുടെ ആയുസ് മുകളിലേക്ക് കൂടും, ഒരു സംശയമില്ല. ആ സമയം തലച്ചോറിലെ ആൽഫ ബീറ്റ കണങ്ങൾ ഒരു പ്രത്യേക രീതിയിൽ പ്രവർത്തിക്കുന്ന സമയമാണ്. പഠനത്തിനും ബാക്കി എല്ലാ കാര്യത്തിനും നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും ഊർജ്ജസ്വലമായ സമയം ആ വെള്ള പൊട്ടുന്നതിന്റെ തൊട്ട് മുന്നേയുള്ള സമയമാണ്. ഇത് മനസ്സിലാക്കിക്കണം. സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾ ഒരൊറ്റ കാര്യം ചിന്തിച്ചാൽ മതി. ഈ പേപ്പർ ഇടാൻ പോണ ആൾക്കാരെ നോക്കിയാൽ മതി. പേപ്പർ ഇടാൻ പോണ ഒരു വെള്ള പൊട്ടുന്നതിന്റെ തൊട്ട് മുന്നേ എഴുന്നേൽക്കും. അവര് ആയുസ് കൂടിയവരായിരിക്കും. ഒന്ന് പരീക്ഷിച്ച് നോക്കൂ. ഞാൻ ഈ പറഞ്ഞു ഒന്ന് ശ്രദ്ധിച്ചു നോക്കൂ. ഇത് ഒരിക്കലും ഒരു പേപ്പറുകാരൻ എൻ്റെ അടുത്ത് വന്ന് പറഞ്ഞത്, എന്റെ ടോക്ക് കേട്ടിട്ട് കഴിഞ്ഞിട്ട് അദ്ദേഹം വന്ന് പറഞ്ഞത്. വെള്ള പൊട്ടുന്നതിന്റെ തൊട്ട് മുന്നേ എഴുന്നേറ്റ് നോക്കൂ. ഇപ്പോഴുള്ള ആയുസിനെക്കാളും കൂടുതൽ ആയുസ് നമുക്ക് കിട്ടും. ഒന്നാം സമയത്ത് നടക്കാനോ ചെറിയ എക്സസൈസ് ഒക്കെ ചെയ്യാനോ പറ്റുമെങ്കിൽ വളരെ നന്നായി. ഇപ്പോ മമ്മൂട്ടി എന്തുകൊണ്ട് നിത്യഹരിത നായകനായി നിൽക്കുന്നു എന്ന് നമ്മൾ ചിലപ്പോൾ ചോദിച്ചേക്കാം. അദ്ദേഹം ഈ വെള്ള പൊട്ടുന്നതിന്റെ മുന്നേ അവിടെ ഒരുപാട് സിനിമാ പ്രവർത്തകർക്ക് ഒരുപാട് ഹാബിറ്റ് ഉണ്ട്. ഉദാഹരണത്തിന് പിന്നെന്താ ജയസൂര്യ, അദ്ദേഹത്തിന്റെ വണ്ടി എടുത്ത് വെറുതെ ഫാമിലിയും കൂട്ടിയിട്ട് ഒന്ന് കറങ്ങും. അത്രേ ഒരു ഊർജ്ജം കിട്ടാൻ വേണ്ടിയില്ല. ഈ ലോക്ക്ഡൌൺ കാലഘട്ടത്തിൽ അദ്ദേഹം കറങ്ങാറുണ്ട്. എന്നാൽ മമ്മൂട്ടിയും ജയറാമിനെ പോലുള്ളവർ എന്താണ് ചെയ്യുക? അവര് സൈക്കിൾ എടുത്ത് ഒന്ന് കറങ്ങും. ആ വെള്ള പൊട്ടുന്നതിന്റെ മുന്നേ കേട്ടോ. വെളുത്തു കഴിഞ്ഞ ആൾക്കാരൊക്കെ കൂടി ഇതാവും. അപ്പൊ എന്താ പറയാ, സ്വകാര്യമായിട്ട് അവരൊന്ന് കറങ്ങി വരും. അന്നേരം കിട്ടുന്ന ഒരു ഫ്രഷ് എനർജി, അതൊക്കെ തന്നെയാണ് നമ്മളെ നിത്യ യൗവനവാന്മാരും ലീഡർമാരുമാക്കി നിർത്തുന്നത്. അപ്പൊ നോക്കൂ, ആ വെള്ള പൊട്ടുന്നതിന്റെ മുന്നേ എഴുന്നേൽക്കണം. രണ്ടാമതൊരു പ്രത്യേകതയും കൂടി വെള്ള പൊട്ടുന്നതിന്റെ മുന്നേ ഉണ്ട്. അതെന്താ പ്രത്യേകത? ലോകത്തിൽ, ഇത് ശ്രദ്ധിച്ച് കുറിച്ചു വെക്കണേ, ലോകത്തിൽ 85% പ്രസവങ്ങളും നടക്കുന്നത് ഈ വെള്ള പൊട്ടുന്നതിന്റെ തൊട്ട് മുന്നേ. നോർമൽ ഡെലിവറി, തീറല്ല. തീർന്നൊക്കെ എപ്പോ വേണമെങ്കിലും നടത്താം. പക്ഷെ ആ സമയത്ത് ആയിരിക്കും മിക്കവാറും നടന്നിരിക്കുക. വീട്ടിൽ പോയിട്ട് സ്വന്തം മാതാവിനോട് ചോദിക്കുക, എന്നെ എപ്പോഴാണ് നിങ്ങൾ പ്രസവിച്ചത്? അവര് മിക്കവാറും പറയുക അതിനെ എനിക്ക് ഓർമ്മയുണ്ടല്ലോ, 4:30 മണിക്ക് ആ വേദന വന്ന് പെട്ടെന്ന് ഒന്നും അറിയില്ല, പ്രസവിച്ചു. അവര് വാചാലമാവും. നിങ്ങളെ കുറിച്ച് പറയുമ്പോൾ അവര് വാചാലമാവും, ഒരു സംശയമില്ല. അത് ഏകദേശം വെള്ള പൊട്ടുന്നതിന്റെ തൊട്ട് മുന്നെയാണ്. പ്രിയരെ ശ്രദ്ധിക്കൂ, ആ വെള്ള പൊട്ടുന്നതിന്റെ തൊട്ട് മുന്നേ എഴുന്നേൽക്കണം. വെള്ള പൊട്ടുന്നതിന്റെ തൊട്ട് മുന്നേ എഴുന്നേൽക്കണം. സംശയമൊന്നും വേണ്ട, വെള്ള പൊട്ടുന്നതിന്റെ തൊട്ട് മുന്നേ പോരാ. ഈ ശ്രീധരൻ പറഞ്ഞ അടുത്ത മറുപടി എന്താണെന്നറിയോ? ലോകൻ ഉണരുന്നതിന്റെ മുന്നേ ഞാൻ ഉണരുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ട് ഈ ശ്രീധരൻ അടുത്ത് പറഞ്ഞ മറുപടി, ലോകരെല്ലാവരും ഓഫീസ് വിട്ട് പോയി കഴിഞ്ഞതിന് ശേഷം, അദ്ദേഹത്തിന്റെ പ്രായം ഓർക്കണം. നിങ്ങൾ പ്രായം എത്രയായി നോക്കണം. എല്ലാവരും ഓഫീസ് വിട്ട് പോയി കഴിഞ്ഞതിന് ശേഷം ഞാൻ ഓഫീസ് വിട്ടു പോകും എന്ന് വെച്ചാൽ തന്റെ ഡ്യൂട്ടി മുഴുവനും ഇന്ന് ചെയ്യാനുള്ളത് ഇന്ന് പൂർത്തിയാക്കിയിട്ട് അദ്ദേഹം പുറത്തേക്ക് ഇറങ്ങിയിട്ടുള്ളൂ. നാളേക്കൊന്നും നീട്ടി വെച്ചില്ല. അത് ലീഡറുടെ രണ്ടാമത്തെ ഗുണമാണ്. മഹാത്മാഗാന്ധി, നിങ്ങൾ ശ്രദ്ധിക്കണം, മഹാത്മാഗാന്ധി അടുത്ത നിമിഷം ഞാൻ മരിക്കുമെന്നുള്ള നിലയ്ക്കാണ് അത്രേ ഈ നിമിഷം ജീവിച്ചത്. അതുകൊണ്ടാണ് അദ്ദേഹം അവസാനത്തെ സത്യാഗ്രഹം ആരംഭിക്കുന്നുണ്ട്. അത് നിങ്ങളൊന്ന് കാണണം. ഇന്നലെ ഗാന്ധി ജയന്തി ആയതുകൊണ്ട് നമ്മൾ അതിനെ കുറിച്ചൊന്ന് അറിയണം. അവസാനത്തെ സത്യാഗ്രഹം അദ്ദേഹം ആരംഭിച്ചത് 1948 ജനുവരി മാസം 13-ാം തീയതിയാണ്. 16 സാട്ടിൻ പാല്, ഒരല്പം മുന്തിരി, ഒരു ലേശം ആപ്പിള്, ഇതൊക്കെ കഴിച്ചിട്ടാണ് അദ്ദേഹം തന്റെ അവസാനത്തെ ഉപവാസം. പിന്നീട് അങ്ങോട്ടുള്ള ദിവസം ഉപ്പിട്ട ചുടുവെള്ളം മാത്രം കുടിച്ചു ഗാന്ധി. 2 വിഭാഗങ്ങൾ തമ്മിലുള്ള അടി നിർത്താനും രക്തച്ചൊരിച്ചിൽ ഇല്ലാണ്ടാക്കാനും വേണ്ടിയാണ് ഗാന്ധി തന്റെ അവസാനത്തെ സത്യാഗ്രഹം ആരംഭിച്ചത്. അങ്ങനെ ഗാന്ധി തന്റെ ബിർള ഹൗസിലുള്ള തന്റെ വൈക്കോൽ കൊണ്ടുണ്ടാക്കിയ ബെഡിൽ ചുരുണ്ട് മടങ്ങി കിടക്കുകയാണ് ഈ ഉപവാസം അനുഷ്ഠിക്കുന്ന ഗാന്ധി. അന്നേരം അദ്ദേഹത്തിന്റെ കിഡ്നി ചെറുതായിട്ട് വീക്കാണ്. അദ്ദേഹത്തിന്റെ ഉള്ളിൽ ചില പ്രയാസങ്ങളുണ്ട്. അദ്ദേഹത്തിന്റെ ഡോക്ടറും അദ്ദേഹത്തിന്റെ പ്രൈവറ്റ് സെക്രട്ടറിയും പറഞ്ഞു ചെയ്യരുത്. പക്ഷെ ഗാന്ധി പറഞ്ഞു, ഞാൻ മരിക്കണമെന്നാണ് ഈശ്വര നിയോഗമെങ്കിൽ അത് സംഭവിക്കട്ടെ, സത്യത്തിന് വേണ്ടിയാണ് ഞാൻ പ്രവർത്തിക്കുന്നത്. അതാണ് ഗാന്ധി ഉറക്കെ പറഞ്ഞത്. ലീഡറായ ഗാന്ധി,
ബാരിസ്റ്ററായി സൂട്ടും കോട്ടും ഇട്ട് ലോകത്തിലേക്ക് നിങ്ങളെയും എന്നെയും പോലെ കടന്നു വന്ന് 1925 തമിഴ്നാട്ടിലെ ത്യാഗരാജ കോളേജിൽ വെച്ച് പാവപ്പെട്ടവരെ, ഇന്ത്യയിലെ പാവപ്പെട്ടവരെ കണ്ട് അവർക്ക് ഡ്രസ്സില്ല, അവർക്കൊരു ഉടുതുണി മാത്രമേ ഉള്ളൂ, അതിന്റെ മുകളിലൊന്ന് പുതയ്ക്കാൻ പോലും ഒന്നുമില്ല എന്ന് മനസ്സിലാക്കിയ മഹാത്മാവ്, അതാണ് ലീഡറുടെ ഗുണം. ആ മഹാത്മാവ് തന്റെ സൂട്ടും കോട്ടും ആ ത്യാഗരാജ കോളേജിൽ വെച്ച് ഊരി വലിച്ചെറിയുകയാണ്. പിന്നീട് വട്ടമേശ സമ്മേളനത്തിന് പോകുമ്പോൾ പോലും ഗാന്ധി ഒരു തുണി പുതയ്ക്കുകയും ഒരു തുണി ഉടുക്കുകയും മാത്രം ചെയ്തു. അവിടെ ബ്രിട്ടീഷുകാരനായ വിൻസ്റ്റൺ ചർച്ചിൽ അദ്ദേഹത്തെ നോക്കി ഒരുപക്ഷെ അന്ന് പരിഹസിച്ചുകൊണ്ടായിരിക്കാം ചിലപ്പോൾ വിളിച്ചത് അർദ്ധനഗ്നനായ ഫക്കീർ, ഹാഫ് നേക്കഡ് ഫക്കീർ എന്ന്. പക്ഷെ പിന്നീട് അത് ചരിത്രത്തിന്റെ ഏടുകളിൽ എഴുതി ചേർക്കപ്പെട്ടു, അർദ്ധനഗ്നനായ ഫക്കീർ. ആ ഗാന്ധി ഈ വൈക്കോൽ കൂനയിൽ ചുരുണ്ട് മടങ്ങി കിടക്കുമ്പോ ഡോക്ടറും പ്രൈവറ്റ് സെക്രട്ടറിയും പറഞ്ഞു പുറത്തു കൂടെ ജാഥ കടന്നു പോകണം. നേരെ പുറത്തു കൂടെ ജാഥ കടന്നു പോകുമ്പോൾ അവർ വിളിച്ചു പറയുന്നത് എന്താണെന്ന് അറിയോ? ലെറ്റ് ഗാന്ധി ഡൈ, ഗാന്ധിയെ മരിക്കാൻ അനുവദിക്കും. ആർക്ക് വേണം അയാൾ? നമ്മളാണ് ഉപവാസം കിടക്കണമെങ്കിൽ അതോടുകൂടി കഴിഞ്ഞത് തന്നെ. പക്ഷെ ഗാന്ധി ഒരിക്കലും പരിഭ്രമിച്ചില്ല. ഇത് കാട്ടിക്കൊടുത്തു പ്രൈവറ്റ് സെക്രട്ടറിയും അദ്ദേഹത്തിന്റെ ഡോക്ടറും. പക്ഷെ അദ്ദേഹം പരിഭ്രമിച്ചില്ല. ഞാൻ മരിക്കണമെങ്കിൽ മരിക്കട്ടെ, അതെനിക്ക് പേടിയില്ല. അദ്ദേഹം പറഞ്ഞ ഏറ്റവും പ്രശസ്തമായ വാക്യം അതാണ്, I have nothing new to teach this world. Truth and non-violence are as old as hills. എനിക്ക് ലോകത്തെ ഒന്നും പഠിപ്പിക്കാനില്ല. സത്യവും അഹിംസയും കുന്നുകളോളം തന്നെ പഴക്കമുള്ളതാണ്. അതിനെയാണ് ഞാൻ ഇവിടെ പ്രാവർത്തികമാക്കിക്കൊണ്ടിരിക്കുന്നത്. അവരെന്ത് വിളിച്ചു പറഞ്ഞു കൂട്ടെ, എനിക്കെന്ത്? അതിൽ കുറച്ച് ആൾക്കാർ ഈ ഉള്ളിലേക്ക് കയറി വന്നു. ഈ കൃഷകാത്രൻ എന്താ ചെയ്യുന്നത് നോക്കാൻ വേണ്ടി അവർ ഉള്ളിലേക്ക് കയറി വന്ന് നോക്കിയപ്പോ ഗാന്ധി ഈ വൈക്കോൽ കൊണ്ടുണ്ടാക്കിയ ബെഡില് ചുരുണ്ട് മടങ്ങി കിടക്കുകയാണ്. അവര് വന്നു, ഗാന്ധിയെ കണ്ടു, അവര് പുറത്തേക്ക് ഇറങ്ങി. മനംമാറ്റം ഉണ്ടായി. ഈ മനുഷ്യൻ നമുക്ക് വേണ്ടിയാണ് കിടക്കുന്നത്, നമുക്ക് വേണ്ടിയാണ് ഇദ്ദേഹം ഉപവാസം അനുഷ്ഠിക്കുന്നത്. ആ മനുഷ്യനെ മരണത്തിന് വിട്ടുകൊടുക്കരുത്, അവസാനിപ്പിക്കണം. ഈ എന്താ പറയാ തല്ല് നമ്മൾ അവസാനിപ്പിക്കണം, തമ്മിലടി അവസാനിപ്പിക്കണം. അവര് പുറത്തേക്ക് ഇറങ്ങിയിട്ട് കയ്യിൽ കിട്ടിയ പേപ്പർ എടുത്തു. കയ്യിൽ കിട്ടിയ ചോക്കും അതേപോലെ തന്നെ കയ്യിൽ കിട്ടിയ എന്തൊക്കെയാണോ, അതായത് കരിക്കട്ടയോ അല്ലെങ്കിൽ കല്ലോ കിട്ടിയത് കൊണ്ട് അവർ ആ പേപ്പറിൽ എഴുതി വെച്ചു, സ്റ്റോപ്പ് ഫൈറ്റിംഗ്, അടി നിർത്തൂ, ലെറ്റ് ഗാന്ധി ലീവ്, ഗാന്ധിയെ ജീവിക്കാൻ അനുവദിക്കൂ എന്ന പോസ്റ്റർ അവരെ കിട്ടിയ ചുമരുമ്മലൊക്കെ പോസ്റ്റ് ചെയ്തിട്ടു. അങ്ങനെ ആളുകൾ കൂടുതൽ 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 ബിർള ഹൗസിലേക്ക് വന്നു ഗാന്ധിയെ കാണാൻ വേണ്ടിയിട്ട്. അതിലെല്ലാ രാഷ്ട്രീയ പാർട്ടിക്കാരും വന്നു. അവര് പറഞ്ഞു, ഇനി ഞങ്ങൾ അടി ഉണ്ടാക്കില്ല. അങ്ങനെ ഗാന്ധി 1948 ജനുവരി മാസം 18-ാം തീയതി തന്റെ ഉപവാസം അവസാനിപ്പിച്ചു. ആ സമയത്ത് അങ്ങകലെ ഒരു ഹോട്ടലിൽ ഇരുന്ന് നാഥുറാം വിനായക് ഗോഡ്സെ തന്റെ ഇറ്റാലിയൻ പിസ്റ്റളായ ബെറേറ്റ തുടച്ച് വൃത്തിയാക്കുകയായിരുന്നിരിക്കണം ഈ കൃഷകാത്രനെ എന്നേക്കുമായിട്ട് ഈ ലോകത്ത് നിന്നില്ലാണ്ടാക്കാൻ. അപ്പൊ നിങ്ങളൊരു ചോദ്യം എന്നോട് ചോദിക്കും, ഗാന്ധിക്ക് സുഖമായിട്ട് ആ വൈക്കോൽ കൂനയിലുള്ള ബെഡിൽ അങ്ങനെ കിടന്നാൽ പോരെ, ഭക്ഷണമൊന്നുമില്ല എന്നല്ലേ ഉള്ളൂ, ഉപ്പിട്ട ചുടുവെള്ളമല്ലേ ഉള്ളൂ? അല്ല, ഗാന്ധി അതല്ല ചെയ്തത്. തന്റെ ഒരു പ്രവൃത്തിയും അദ്ദേഹം മാറ്റിവെച്ചില്ല. പ്രൈവറ്റ് സെക്രട്ടറിയോട് അദ്ദേഹം പറഞ്ഞു, എന്റെ ഡയറി കൊണ്ടുവരൂ. അപ്പൊ ചോദിച്ചു എന്തിനാണെന്നുള്ളത്. ബംഗാളി ഭാഷ പഠിക്കുകയായിരുന്നു അവിടെ ഇരുന്ന് ഗാന്ധി ചെയ്തത്. മൈ ലൈഫ് ഈസ് മൈ മെസ്സേജ്. മറക്കരുത്, ഒരു ലീഡറുടെ ഏറ്റവും പ്രശസ്തമായ വാക്യമാണ് മറക്കരുത്. മറ്റുള്ളവന്റെ ജീവിതമല്ല എന്റെ സന്ദേശം, മൈ ലൈഫ് ഈസ് മൈ മെസ്സേജ്. ഇത് മറന്നു പോകരുത്. തന്റെ ജീവിതത്തെ തന്റെ സന്ദേശമാക്കി കാട്ടിക്കൊടുത്തു ആ മഹാത്മാവ്. അദ്ദേഹം ബംഗാളി ഭാഷ പഠിച്ചു. കത്ത് എഴുതാനുള്ള നിരന്തരം ഇരുന്ന് മറുപടി എഴുതി, എല്ലാവരും മറുപടി എഴുതി. അതൊന്നും മാറ്റി വെക്കാതെ അദ്ദേഹം മുന്നോട്ട് നടന്നു നീങ്ങി. ഇതാണ് ഒരു ലീഡറുടെ ഗുണം. അതുകൊണ്ടാണ് തനിക്ക് ഇന്ന് ചെയ്യാനുള്ള കാര്യത്തെ ഇന്ന് ചെയ്തു തീർക്കണം, നാളേക്ക് നീട്ടി വെക്കരുത്. ഇത് ലീഡറുടെ ഗുണമാണ്. ഇതാണ് ഈ ശ്രീധരൻ പറഞ്ഞത്, എന്നെ ഏൽപ്പിച്ച ഡ്യൂട്ടി, ഇന്നത്തെ ഡ്യൂട്ടി ഞാൻ ചെയ്തു തീർത്തിട്ടേ പുറത്തേക്ക് ഇറങ്ങും. നാളെ ഞാൻ ഉണ്ടാകുമോ എന്നുള്ളതിന് ദൈവം തമ്പുരാൻ ഒരു ഉറപ്പും തന്നിട്ടില്ല. അതുകൊണ്ട് നാളെ ഞാൻ ഉണ്ടാവുമോ എന്നറിയില്ല. ഈ സെക്കൻഡിൽ ഞാൻ ചെയ്തു തീർക്കണം. പോരാ, എന്നെന്നും ഞാൻ ജീവിക്കുമെന്നുള്ള പോലെ ഈ ലോകത്ത് പഠിക്കുകയും വേണം. എല്ലാ കാലത്തും ഞാൻ ഇവിടെ ഉണ്ടാവും എന്നുള്ള നിലയ്ക്ക് പഠിക്കണം. അടുത്ത സെക്കൻഡിൽ ഞാൻ മരിക്കും എന്നുള്ള നിലയ്ക്ക് പ്രവർത്തിക്കണം. ഇതാണ് ഒരു ലീഡറുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഗുണം. ഇനി ഒരൊറ്റ ചോദ്യം അവശേഷിപ്പിക്കുന്നു. ഇങ്ങനെയൊക്കെയാണ്, ഇതൊക്കെ ഞങ്ങൾക്ക് അറിയാം, എന്നിട്ടും നമ്മൾ എന്തുകൊണ്ട് ലീഡർ ആവുന്നില്ല? ഈ ചോദ്യത്തിനും കൂടി ഉത്തരം പറയാൻ വേണ്ടിയിട്ട് ഒരല്പസമയം കൂടി ആഗ്രഹിക്കുകയാണ്. നിങ്ങൾ എല്ലാവരും എന്റെ കൂടെ ഉണ്ടാവും എന്നുള്ള പ്രതീക്ഷയിലാണ് ഞാൻ നിൽക്കുന്നത്. അപ്പോ ഈ ശ്രീധരനെ പോലുള്ള ഒരു ലീഡർ, മഹാത്മാഗാന്ധിയെ പോലുള്ള ഒരു ലീഡർ, അതുപോലുള്ള അനവധി ലീഡർമാർക്ക് ജന്മം നൽകിയ ഭൂമിയാണ്.
ആ ഭൂമിയിൽ നമ്മളും വേറിട്ട് നിന്ന് ലീഡറായിട്ട് മറ്റുള്ളവർക്ക് വേണ്ടി ജീവിതം സമർപ്പിച്ച് മുന്നോട്ട് നീങ്ങുമ്പോഴാണ് നമ്മൾ വേറിട്ട് നിൽക്കുന്നത്. മറ്റൊരാൾ നമ്മളെ നോക്കി കാണുന്നത് തരക്കേടില്ലാണ്, അയാളുടെ തരക്കേടില്ലാണ്. ആ വേറിട്ട് നിൽക്കുന്ന വ്യക്തിത്വമായിട്ട് നമ്മൾ പരിഗണിക്കണം. പക്ഷെ എന്ത് സംഭവിക്കുന്നു നമുക്ക് പറയാം, എന്താണ് സംഭവിക്കുന്നതെന്ന് പറയാം, നമുക്ക് പറ്റുന്ന കുഴപ്പം എന്താണെന്ന് പറയാം. പ്രത്യേകിച്ച് ലോക്ക്ഡൌൺ കാലത്ത് വി ഷാൾ ഓവർകം എന്നാണ് നമ്മുടെ ഈ സെഗ്മെന്റിന്റെ പേര് തന്നെ. നമ്മൾ മറികടക്കും, കടക്കണം. അതിനെന്താ വഴി നോക്കാം, നമുക്ക് എന്താ നമുക്ക് പറ്റുന്നത് നോക്കാം. ശ്രദ്ധിക്കും, എന്താണ് നമ്മുടെ പ്രശ്നം? നിങ്ങളും ഞാനില്ല, നിങ്ങളിൽ എല്ലാം ഇപ്പൊ കടന്നു പോകുന്ന പീരീഡിനെ വിളിക്കുന്ന പേരാണ് ടീൻ ഏജ്, കൗമാരം. ടീനേജ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഒന്ന് നോക്കിയാൽ മതി, ഒന്നുമില്ല മനസ്സിലാക്കാം. ടീനേജ് എന്ന് പറഞ്ഞാൽ ഇതാണ് 13, അതിന്റെ അവസാനം ഒരു ടീൻ ഉണ്ടാവും. 14, അതിന്റെ അവസാനം ഒരു ടീൻ ഉണ്ടാവും. 15, അതിന്റെ അവസാനം ഒരു ടീൻ ഉണ്ടാവും. 16, 17, 18, 19, 20 എവിടെയും ടീൻ ഇല്ല. അപ്പൊ ആ 19 അത് അവസാനിപ്പിക്കും. അപ്പൊ 13 മുതൽ ഫ്രം 13, 13 മുതൽ 19, 19 വരെയുള്ള കാലഘട്ടത്തെയാണ് നമ്മൾ ടീൻ ഏജ് എന്ന് വിളിക്കുന്നത്. പ്രിയരെ, നിങ്ങൾ എന്നെ ശ്രദ്ധിക്കുന്നു, നിങ്ങൾ എന്നെ കേൾക്കുന്നു എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഒന്നിച്ചു കൂടെ ഉണ്ടെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഒരു ലീഡറുടെ ഏറ്റവും വലിയ പ്രത്യേകത ശ്രദ്ധയാണ്. ആ ശ്രദ്ധയില്ലാത്തവൻ ലോകത്തിൽ വിജയിക്കാനേ പറ്റില്ല. കൽക്കത്തയിലെ പ്രശസ്തമായ പ്രസിഡൻസി കോളേജിൽ നിങ്ങൾ ഒന്ന് നോക്കുക. പ്രസിഡൻസി കോളേജ്, അതായത് സ്വീഡിഷ് ചർച്ച് കോളേജ്, കൽക്കത്തയിലെ പ്രശസ്തമായ പ്രസിഡൻസി കോളേജിന് അടുത്തുള്ള സ്വീഡിഷ് ചർച്ച് കോളേജ്, ചരിത്രത്തിൽ ഇടം നേടിയ സ്വീഡിഷ് ചർച്ച് കോളേജ് ഒന്ന് കാണണം. 1881 ആണ് ലീഡറുടെ രണ്ടാമത്തെ അടുത്ത പ്രത്യേകത ഞാൻ പറയണം, എന്നിട്ട് ടീനേജിലേക്ക് നമുക്ക് കടക്കാം. പ്രിയരെ, ഒന്നിച്ചു വരും. 1881 ഈ സ്വീഡിഷ് ചർച്ച് കോളേജിൽ, പ്രസിഡൻസി കോളേജിന് അടുത്തുള്ള സ്വീഡിഷ് ചർച്ച് കോളേജിൽ സെക്കൻഡ് ഇയർ BA ക്ലാസ് നടക്കുകയാണ്. സെക്കൻഡ് ഇയർ BA ക്ലാസ് നടക്കുമ്പോൾ ആ ക്ലാസ്സിൽ 19 കുട്ടികളുണ്ട്. BA ക്ലാസ്സിൽ കുട്ടികൾ ഇരിക്കുകയാണ്. നമ്മുടെ കോളേജിൽ പോയി കഴിഞ്ഞാൽ നമുക്കറിയാം അവിടെ കുട്ടികൾ ഇരിക്കുന്നുണ്ടാവും. ആ കുട്ടികൾ ഇരിക്കുന്ന സമയത്ത് അവിടെ ഇംഗ്ലീഷിന്റെ അധ്യാപകൻ ലീവാണ്. സാധാരണ നമ്മുടെ സ്കൂളിലൊക്കെ ഇംഗ്ലീഷിന്റെ അധ്യാപകൻ ലീവായാൽ എന്താ ചെയ്യുക? ഒന്നുകിൽ നമുക്ക് PT തരും, അല്ലെങ്കിൽ നമുക്ക് സബ്സ്റ്റിറ്റ്യൂഷൻ ആയിട്ട് പകരക്കാരനായിട്ട് ഒരാൾ വന്ന് കയറി. ഇവിടെ പകരക്കാരനായിട്ട് ഒരാൾ വന്ന് കയറി ആ കോളേജിലെ, അതായത് സ്വീഡിഷ് ചർച്ച് കോളേജിലെ പ്രിൻസിപ്പാളായിരുന്ന, വിദേശിയായിരുന്ന വില്യം ഹേസ്റ്റിയാണ് അവിടെ വന്ന് കയറിയത്. അദ്ദേഹം കുട്ടികളോട് ചോദിച്ചു, എന്താ ഇപ്പൊ എടുത്തോണ്ടിരിക്കുന്നത്? എന്നെ കേൾക്കുന്നുണ്ടല്ലോ നിങ്ങൾക്ക് അല്ലേ? ശരി, എന്താ ഇപ്പൊ എടുത്തോണ്ടിരിക്കുന്നത് എന്ന് ചോദിച്ചു. അപ്പൊ കുട്ടികളെല്ലാവരും ഏകമായ സ്വരത്തിൽ മറുപടി പറഞ്ഞു, ഞങ്ങൾക്ക് ഇപ്പൊ എടുത്തോണ്ടിരിക്കുന്നത് പോയട്രിയാണ്. അപ്പോ ഇദ്ദേഹം ചോദിച്ചു അത്രേ, വില്യം ഹേസ്റ്റി ചോദിച്ചു അത്രേ, ഞാൻ എന്തെടുക്കണം? അപ്പൊ കുട്ടികളെല്ലാവരും ഏകമായ സ്വരത്തിൽ മറുപടി പറഞ്ഞു, ഞങ്ങൾക്ക് പോയട്രി എടുത്താൽ മതി. അപ്പൊ ഇദ്ദേഹത്തിന് ഏറ്റവും ഇഷ്ടമുള്ള കാര്യമാണ് പോയട്രി പഠിപ്പിക്കുക എന്നുള്ളത്. അപ്പൊ അദ്ദേഹം കുട്ടികളോട് പറഞ്ഞു, ഏത് പോയമാണ് ഞാൻ എടുക്കേണ്ടത്? അപ്പൊ കുട്ടികളെല്ലാവരും പറഞ്ഞു, ഞങ്ങൾക്ക് വില്യം വേർഡ്സ്വർത്തിന്റെ, പ്രകൃതി കവിയായ വില്യം വേർഡ്സ്വർത്തിന്റെ എക്സ്കർഷൻ എന്ന കവിത എടുത്താൽ മതി. എന്നാൽ എല്ലാവരും ആ പേജ് എടുത്തോളൂ. അദ്ദേഹം ഇങ്ങനെ മറയ്ക്കാൻ തുടങ്ങി. കുട്ടികളെല്ലാവരും ആ പേജ് എടുത്തു വെച്ചു. അദ്ദേഹം പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നതിന്റെ ഇടയിൽ അതിൽ കടിച്ചാ പൊട്ടാത്ത ഒരു വാക്ക് വന്നു. വാക്ക് മറ്റൊന്നുമല്ല, ട്രാൻസ്. ട്രാൻസ് എന്ന വാക്കിന്റെ അർത്ഥം പറഞ്ഞു കൊടുക്കാൻ വേണ്ടിയിട്ട് വില്യം ഹേസ്റ്റി പെടാപ്പാട് വിടുകയാണ്. ചില വാക്കൊക്കെ കുട്ടികളുടെ ഉള്ളിലേക്ക് എത്തിക്കാൻ ഒരു അധ്യാപകൻ പെടാപ്പാട് വിടും. വില്യം ഹേസ്റ്റി പെടാപ്പാട് വിട്ടു. അദ്ദേഹം പറഞ്ഞു, ട്രാൻസ് എന്ന വാക്കിന്റെ അർത്ഥം എക്സ്റ്റസി എന്നാണ്. കുട്ടികൾക്ക് എന്താ എക്സ്റ്റസി? കോളേജിൽ പഠിക്കുന്ന പിള്ളേരോട് ചിലപ്പോൾ പ്രായം തമ്മിൽ മോഹം നൽകിയെന്നോ, മോഹൻ ചുട്ടിൽ രാഗം നൽകിയെന്നോ, രാഗം കണ്ണിൽ ഈണം നൽകിയെന്നൊക്കെ പറഞ്ഞ് ചിലപ്പം മനസ്സിലായി എന്ന് വരും. പക്ഷെ എക്സ്റ്റസി എന്ന് പറഞ്ഞപ്പോ തുല്യാവസ്ഥ, എന്താ പറയാ, അതിന്റെ മൂർധന്യാവസ്ഥ എന്നൊന്നും പറഞ്ഞപ്പോ അവർക്ക് മനസ്സിലായില്ല. അവസാനം അദ്ദേഹം ഒരൊറ്റ കാര്യം പറഞ്ഞു. ആര്? വില്യം ഹേസ്റ്റി എന്ന ലോകം കണ്ട കാലത്തെയും പ്രശസ്തനായ ആ ടീച്ചർ ഒരൊറ്റ കാര്യം പറഞ്ഞു, ഇനി ഇത് മനസ്സിലാവാത്ത ആരെങ്കിലും ഈ ക്ലാസ്സിൽ ഇരിപ്പുണ്ടെങ്കിൽ അവൻ ദക്ഷിണേശ്വരത്തേക്ക് നടന്നു നീങ്ങുക. അവിടെ ഇത് അനുഭവിച്ച ഒരാളുണ്ട്, അയാളെ നിങ്ങൾക്ക് കാണാം. ആ ക്ലാസ്സില് 50 പേരുണ്ടായിരുന്നു എന്ന് കൂട്ടിക്കോളും. അതിൽ 49 പേർ അത് ഇച്ചവിട്ടിലൂടെ കേട്ടു, ഇപ്പുറത്ത് കൂടെ കേട്ടു. അവർ ലീഡറായില്ല, അവർ ചരിത്രത്തിൽ എവിടെയും രേഖപ്പെടുത്തപ്പെട്ടില്ല, അവരെ ആരും അറിഞ്ഞില്ല, നാട് പോലും അറിഞ്ഞില്ല. എന്നാൽ ആ ഒരു കുട്ടി 50-ലെ 49 കഴിച്ച മറ്റൊരു കുട്ടി, ആ കുട്ടി ദക്ഷിണേശ്വരത്തേക്ക് നടന്നു നീങ്ങി. ആ കുട്ടിയാണ് പിന്നീട് നമ്മളെല്ലാവരും കണ്ട 39 വർഷം 5 മാസം 24 ദിവസം ഈ ലോകത്ത് ജീവിച്ചിരുന്ന
സ്വന്തം ശരീരത്തെ ഇവിടെ വലിച്ചെറിഞ്ഞുകൊണ്ട് കടന്നുപോയ 1893 സെപ്റ്റംബർ 11 വേൾഡ് ട്രേഡ് സെന്റർ തകർന്നു വീണ അതേ ദിവസം കൊളംബസ് അമേരിക്ക കണ്ടെത്തിയതിന്റെ 400-ാം വാർഷികം ആഘോഷിക്കുന്ന വേളയിൽ ചിക്കാഗോയിൽ 7000-ൽ പരം വരുന്ന ഡെലിഗേറ്റ്സിന്റെ മുന്നിൽ 8ാമനായി വന്നു നിന്ന് ജനങ്ങളെ കയ്യിലെടുത്ത് അമ്മാനമാടിയ പ്രസംഗം നടത്തിയ, ഞാൻ നിങ്ങളോട് പറയേണ്ടി വരില്ല, 5 മിനിറ്റ് പ്രസംഗം കൊണ്ട് 5 മിനിറ്റിന്റെ റൗണ്ടിലേ ഉണ്ടാവുള്ളൂ ആ പ്രസംഗം. അതായത് മൈ ഡിയർ സിസ്റ്റേഴ്സ് ആൻഡ് ബ്രദേഴ്സ് ഓഫ് അമേരിക്ക എന്ന സുന്ദരമായ ആ പ്രസംഗത്തിലൂടെ, ഹൃദയത്തിലേക്ക് ചേർത്ത് നിൽക്കുന്ന ആ പ്രസംഗത്തിലൂടെ ലോകത്തിന്റെ നെറുകയിലേക്ക് ഉയർന്ന ലീഡർ. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ശ്രദ്ധ നല്ലവണ്ണം വേണം. പറയുന്ന കാര്യത്തിൽ നല്ല ശ്രദ്ധയുണ്ടോ അവൻ നേതാവായിരിക്കും, അവൻ ലീഡറായിരിക്കും. എന്തായാലും നമുക്ക് ടീനേജിലേക്ക് തിരിച്ചു വരാം. ടീനേജ് 13 മുതൽ 19 വയസ്സ് വരെയാണ് സാധാരണ ടീനേജ് ഉള്ളത്. ചെകുത്താന്റെയും കടലിന്റെയും നടുക്കുള്ള ഒരു കാലമാണ്. അപ്പൊ ഒരു ചോദ്യം നിങ്ങൾ എന്നോട് ചോദിക്കും, ടീനേജ് 13-ലാണോ തുടങ്ങുന്നത്, 19-ലാണോ അവസാനിക്കുന്നത്? അല്ല. ഐക്യരാഷ്ട്രസഭ പറയുന്നു ടീനേജ് തുടങ്ങുന്നത് 10 വയസ്സിലാണ്. ഇപ്പൊ പണ്ട് 13-ലായിരുന്നു, ഇപ്പൊ 10-ലാണ്. എന്താ കാരണം? നമ്മളെ ഭക്ഷണ സമ്പ്രദായത്തിലൊക്കെ മാറ്റം വന്നിട്ടുണ്ട്. അപ്പൊ നമ്മുടെ ഉള്ളിലെ ഹോർമോൺ വ്യതിയാനത്തിലൊക്കെ മാറ്റം വന്നിട്ടുണ്ട്. പണ്ട് നമുക്ക് സാധാരണ പറയാറുണ്ട് കോഴി ഇറച്ചിയായിരുന്നു, ഇപ്പൊ നമുക്ക് ഇറച്ചി കോഴിയാണ് ഉള്ളത്. വ്യത്യാസം മനസ്സിലായോ എന്നറിയില്ല, ശ്രദ്ധിച്ചു നോക്കി. അപ്പൊ നമ്മുടെ ഭക്ഷണ വിധാനങ്ങളിലൊക്കെ മാറ്റം വന്നിട്ടുണ്ട്. അത് നമ്മുടെ ഉള്ളിലെ ഹോർമോൺ ഫ്ലക്ച്വേഷനിലും മാറ്റം വരുത്തിയിട്ടുണ്ട്. ഇപ്പൊ 13 വയസ്സിൽ ഒരു കുട്ടി ചെയ്യേണ്ട പ്രവൃത്തി ഇപ്പൊ 10 വയസ്സിൽ ഒരു കുട്ടി ചെയ്യാൻ തുടങ്ങും. അതെ, സംശയമൊന്നുമില്ല. അത് വീട്ടിൽ പോയി നോക്കിയാൽ കാണാം. അപ്പൊ പറയും, എടി നീ മുതിർന്നവർ കളിക്കുന്ന കളി എന്നൊക്കെ വീട്ടില് രക്ഷിതാക്കൾ ചിലപ്പോൾ പറയുന്നത് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. അതുകൊണ്ടാണ് പറഞ്ഞത് 10 വയസ്സ് തുടങ്ങും. നമുക്ക് 10 വയസ്സ് കണക്കാക്കണ്ട. 13 വയസ്സ് മുതൽ 19 വയസ്സ് വരെ ടീനേജ് കൂട്ടി. ആ 13 വയസ്സ് തൊട്ട് നമ്മൾ കറങ്ങാൻ തുടങ്ങും. അതാണ് ഇതിന്റെ പ്രത്യേകത. നമ്മൾ ഇങ്ങനെ കറങ്ങിക്കൊണ്ടേയിരിക്കും. എല്ലാവരും കറങ്ങുന്നല്ല ഞാൻ പറഞ്ഞത്, ഈ ചുഴിയിൽപ്പെട്ടവരൊക്കെ കറങ്ങും. അതുകൊണ്ടാണ് 13 വയസ്സിൽ പ്രകൃതി അതിന്റെ ഫാൻ ഓൺ ആക്കും. ഫാൻ ഓൺ ആക്കിയാൽ അത് കറങ്ങുകയില്ല. നമ്മളെല്ലാവരും കറങ്ങും. സ്കൂളിൽ കറങ്ങി, ബസ് സ്റ്റോപ്പിൽ കറങ്ങി. ഇപ്പൊ അത് കറങ്ങാൻ പറ്റില്ല, കാരണം എന്താ വെച്ചാല് ലോക്ക്ഡൌൺ ആയതുകൊണ്ട് വീട്ടിൽ തന്നെ കറങ്ങുകയാണ്. അവിടെ ഉള്ള പുകിൽ മുഴുവനും നമ്മൾ ഉണ്ടാക്കും. അടി ഇടി നായാട്ടെല്ലാം ഉണ്ടാക്കും. പ്രശ്ന കോലാഹലമയമായിരിക്കും വീട്. കാരണം നമ്മുടെ ഊർജ്ജത്തെ പുറത്തേക്ക് ചാനലൈസ് ചെയ്യാൻ നമുക്കൊരു സംവിധാനമില്ല, നമുക്ക് വേറൊരു മാർഗമില്ല. ഒന്ന് കളിക്കാൻ മര്യാദയ്ക്ക് കഴിഞ്ഞിരുന്നുവെങ്കിൽ നിങ്ങളുടെ ഊർജ്ജത്തെ പുറത്തേക്ക് എന്താ പറയാ റിലീസ് ചെയ്യാൻ കഴിയുമായിരുന്നു. ഒറ്റ കാര്യം നിങ്ങളോട് ഓർമ്മിപ്പിക്കട്ടെ, പഠനത്തിന് ചിട്ടയായ ഒരു സമയം കണ്ടെത്തണം. പോരാ, കളിക്കാൻ ചിട്ടയായ സമയം കണ്ടെത്തണം. അങ്ങനെയാണ് നമ്മുടെ ഊർജ്ജത്തെ ഉദാത്തവൽക്കരിക്കേണ്ടത്. അത് ഉള്ളിൽ സ്റ്റോർ ചെയ്താൽ നിങ്ങൾ വലിയ അപകടകാരിയായിരിക്കും. പോരാ, കുറച്ച് സമയം, നിങ്ങളുടെ കുറച്ച് സമയം നിങ്ങൾ വീട്ടില് ചില ക്രിയാത്മകമായ പ്രവർത്തിക്ക്, ബാക്കിയുള്ളവരെ സഹായിക്കാനും ബാക്കി എല്ലാ പ്രവർത്തിക്കും വേണ്ടി വിനിയോഗിക്കണം. ഈ പ്രത്യേകം ശ്രദ്ധിക്കും, മഹാനായ പ്രവാചകൻ തന്റെ ജീവിതത്തിലെ സമയത്തെ 3 ഘട്ടങ്ങളായി വിഭജിച്ചിരുന്നു എന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. ഒന്ന് അദ്ദേഹത്തിന്റെ മതപരമായ കാര്യത്തിന് വേണ്ടിയിട്ട്, മറ്റൊരു ഭാഗം എന്താ പറയാ സേവനത്തിന് വേണ്ടിയിട്ട്, അടുത്ത ഒരു ഭാഗം തന്റെ പേഴ്സണൽ ആയിട്ടുള്ള കാര്യത്തിന് വേണ്ടി, മറ്റുള്ളവരെ സഹായിക്കാൻ ഒരു ഭാഗം അവിടെ നീക്കി വെച്ചിട്ടുണ്ട്. ബാക്കിയുള്ള തന്റെ കാര്യം, ഇങ്ങനെ 3 ഘട്ടമായിട്ട് തന്റെ ജീവിതത്തെ വിഭജിച്ചിരുന്നു. മഹാത്മാക്കളൊക്കെ അങ്ങനെ തന്നെയാണ്. ലോകത്തിൽ മുന്നിൽ നടന്നുപോയ മഹാത്മാക്കളൊക്കെ അങ്ങനെ തന്നെയാണ്. ഇത് മനസ്സിലാക്കി വെക്കൂ. നമ്മുടെ ജീവിതത്തിന്റെ ഒരു പങ്ക് പഠനത്തിന് വിനിയോഗിക്കണം. ആ പഠിക്കുന്ന സമയത്ത് വേറൊന്നിലേക്കും പോകാതെ നമ്മൾ അതിൽ എന്താ പറയുക കോൺസെൻട്രേറ്റ് ചെയ്ത് നിൽക്കണം. രണ്ടാമത്തെ ഭാഗം കളിക്കണം. നമ്മുടെ ഉള്ളിലുള്ള ഊർജ്ജത്തെ പുറത്തേക്ക് ചാനലൈസ് ചെയ്യണം. വീട്ടിൽ എന്തൊക്കെ കളിക്കാൻ പറ്റുന്ന സാഹചര്യം ഉണ്ടോ അതൊക്കെ കണ്ടെത്തി കളിക്കണം. അപ്പോ ഒന്നുമില്ല, നമുക്കൊരു സാധനം കളികൾ കളിക്കുക, വീട്ടിലുള്ള അംഗങ്ങളെ വെച്ച് ചില കളികൾ കളിക്കുക, അവരെ കൂട്ടുക, ഒപ്പം കൂട്ടുക, കളിക്കുക ഉണ്ടെങ്കിൽ അവരുടെ കൂടെ നിന്ന് അവരെ ഒന്ന് സഹായിക്കാം. പോരാ, വീട്ടിലൊരു പച്ചക്കറി കൃഷി, സ്വയം പര്യാപ്തതയിലേക്ക് നമ്മൾ ഇനി അതൊക്കെ വേണ്ടി വരും. വീട്ടിലൊരു പച്ചക്കറി കൃഷിയോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു സംഗതിയോ ചെയ്യുമ്പോൾ നമ്മുടെ ഉള്ളിൽ ഉണ്ടാക്കുന്ന ഒരു സംതൃപ്തി വേറെ തന്നെയാണ്. എന്റെ വീട്ടിൽ ഞാൻ പച്ചക്കറി നടുമ്പോ അതിൽ വഴുതന ഉണ്ടാവുമ്പോ, അതിൽ വെണ്ട ഉണ്ടാവുമ്പോ അത് കാണുമ്പോ തന്നെ ഒരു സുഖം, പൂക്കൾ ഉണ്ടാവുമ്പോ അത് കാണുമ്പോൾ ഒരു സുഖമാണ്. അതുകൊണ്ട് അവിടെ കൈ എത്തണം, അല്ലാതെ നിന്ന് പ്രസംഗിച്ചിട്ട് കാര്യമില്ല. നമ്മുടെ കൈ മണ്ണിലേക്കും നമുക്ക് പ്രവർത്തിക്കാനും കഴിയണം. അപ്പൊ നമ്മുടെ വാക്ക്, പ്രവൃത്തി, ചിന്ത ഇതൊന്നാവുമ്പോഴാണ് അവനെ മഹാത്മാവ് അഥവാ ലീഡർ എന്ന് വിളിക്കുക. വാക്കൊന്ന്, പ്രവൃത്തിയൊന്ന്, ചിന്ത വേറെ ഒന്ന്, അവനെ വിളിക്കുന്ന പേര് ദുരാത്മാവ് എന്നാണ്. അപ്പൊ ആ ലീഡറിലേക്ക് നമ്മൾ കടന്നേ പറ്റൂ. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, നമ്മുടെ ഉള്ളിലുള്ള ഊർജത്തെ ഉദാത്തവൽക്കരിക്കൂ.
ഊർജത്തെ ഉദാത്തവൽക്കരിക്കൂ. ആ ഉദാത്തവൽക്കരിക്കാത്തതുകൊണ്ടാണ് ഇന്ന് ലോക്ക്ഡൌൺ കാലഘട്ടത്തിൽ വീട്ടിൽ നിന്ന് ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാവുന്നത്. പലരും ആത്മഹത്യയിലേക്ക് പോണത്, ഒന്നും ചെയ്യാൻ കഴിയാണ്ട് ഡിപ്രഷനിലേക്ക്, ഡീപ് ഡിപ്രഷനിലേക്ക് പോകുന്നു. അതിൽ ഇൻട്രോവേർട്ടുകൾ, അന്തർമുഖന്മാരുണ്ടാവും, അവർ വളരെ അപകടകാരികളുമായിരിക്കും. എക്സ്ട്രോവേർട്ടുകളുണ്ട്, ഇൻട്രോവേർട്ടുകളും ഉണ്ട്. അതിൽ എക്സ്ട്രോവേർട്ടുകൾ കളകളാന്ന് അടിച്ച് ഉള്ളിലുള്ളതൊക്കെ തുറന്ന് പറഞ്ഞ് അങ്ങോട്ട് തീർത്ത് പോയിക്കോളും. അവർക്ക് വലിയ പ്രയാസം ഉണ്ടാവില്ല. അതിലൊന്നും ഉണ്ടാതെ എല്ലാം ഉള്ളിൽ ഒതുക്കി നിൽക്കുന്ന ചില ആൾക്കാർ നമ്മളെ വീട്ടിലുണ്ട്. അവര് ആർക്കും ഒരു പ്രശ്നം ഉണ്ടാക്കില്ല, പക്ഷെ അവർ പലപ്പോഴും അവർക്ക് പ്രശ്നക്കാരായി ആത്മഹത്യയിലേക്കോ ബാക്കിയുള്ളതിലേക്കോ ഒക്കെ വഴുതി വീഴും. അതുകൊണ്ടാണ് പറഞ്ഞത് എനർജറ്റിക് ആയിട്ട്, എന്തൂസിയാസ്റ്റിക് ആയിട്ട് നമ്മുടെ ഉള്ളിലുള്ള ചേതനയെ, അതായത് നമ്മുടെ ഉള്ളിലുള്ള ഊർജത്തെ ഈ ലോകത്തിന് വേണ്ടി പ്രയോജനപ്പെടുത്തും, ഈ ലോകത്തിന് വേണ്ടിയിട്ട് പ്രയോജനപ്പെടുത്തും. അതാണ് ലീഡറുടെ ലക്ഷണം. ഇരിക്കട്ടെ, 13 വയസ്സ് മുതൽ നമ്മൾ കറങ്ങുന്നു, കറക്കത്തോട് കറക്കം. എപ്പം നിൽക്കും ഈ കറക്കം? അത് 19 വയസ്സോട് കൂടിയിട്ടാണ് മിക്കവാറും നിൽക്കുക. 19 വയസ്സിൽ ഇത് ഓഫാക്കും, പക്ഷെ 19 നിൽക്കൂല. നിങ്ങളുടെ വീട്ടിലൊരു ഫാൻ ഓഫാക്കിയാൽ പെട്ടെന്ന് നിൽക്കും, ഇല്ല കുറച്ചും കൂടി തിരിയും. 19 കഴിഞ്ഞ് 20, 21, 22, 25 വയസ്സ് വരെ അതിന്റെ അലയിൽ ഇങ്ങനെ ഉണ്ടാവും. അതിന്റെ ഇടയിൽ നമ്മള് ലഹരി മരുന്നിന്റെ ഉപയോഗം, അതിന്റെ ഇടയിൽ ചിലപ്പോൾ ഒളിച്ചോട്ടൽ, പല തരത്തിലുള്ള ഏർപ്പാടുകളും നമ്മൾ അതിന്റെ ഇടയിൽ ചെയ്തിട്ടുണ്ടാവും. ഒരുപക്ഷെ സമൂഹത്തിന് അംഗീകരിക്കാൻ കഴിയാത്ത, സമൂഹത്തിൽ നിന്ന് പാർശ്വവൽക്കരിക്കപ്പെടുന്ന പല പ്രവൃത്തികളും ആ സമയത്തിന്റെ ഇടയിൽ നിങ്ങൾ ചെയ്തിട്ടുണ്ടാവും. അപ്പൊ അതിന്ന് മാറി നിൽക്കണമെങ്കിൽ നമ്മൾ നമ്മളെ തിരിച്ചറിഞ്ഞ് മാറ്റണം, നമ്മളിൽ നിന്ന് വേറിട്ട് നിന്ന് നോക്കണം. നമുക്ക് എന്താണ് ആ സമയത്ത് പറ്റുന്ന കുഴപ്പം? ഈ 13-ന്റെ 19-ന്റെ ഇടയിൽ നമുക്ക് പറ്റുന്ന കുഴപ്പം ഒന്ന് നോക്കി കാണാം. നമുക്ക് ഒന്ന് ശ്രദ്ധിക്കൂ പ്ലീസ്, പ്രിയരെ, ഒന്ന് ശ്രദ്ധിക്കൂ. അതിൽ ഏറ്റവും പ്രധാനമായിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, 13 വയസ്സ് കഴിഞ്ഞാൽ ഒരു പെൺകുട്ടി, ഇത് നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത് എന്തിനാ വെച്ചാല്, നിങ്ങൾ സ്കൂളിൽ പോയിട്ട് ഇതൊക്കെ മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കേണ്ടവരാണ്, മറ്റുള്ളവരെ നേരായ വഴിക്ക് നയിക്കേണ്ടവരാണ്. അതുകൊണ്ടാണ് നിങ്ങളോട് ഇത് പറഞ്ഞു തരുന്നത്. ഇത് ശരിയാവണ്ണം നിങ്ങൾ പ്രയോഗിക്കണമേ എന്ന് അപേക്ഷിക്കുന്നു. പെൺകുട്ടികള് ശ്രദ്ധിക്കുക, പെൺകുട്ടികള് ഗാങ്ങിലേക്ക് വഴുതി വീഴും, ഗാങ്ങിലേക്കാണ് അവർ വഴുതി വീഴുക. ആൺകുട്ടികൾ ട്രെൻഡിലേക്ക് വഴുതി വീഴും. ഇത് രണ്ടും പ്രത്യേകം ശ്രദ്ധിക്കണേ. എന്താ ഗാങ്, എന്താ ട്രെൻഡ്? 13 വയസ്സ് കഴിഞ്ഞ പെൺകുട്ടിയെ നോക്കുമ്പോൾ അവര് സുഹൃത്തുക്കളായിട്ട് ചക്കരയും കൊപ്പരയും പോലെയായി, ഒട്ടും വിടൂല്ല. ഈ ലോക്ക്ഡൌൺ കാലഘട്ടം അവരെയാണ് ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ടിപ്പിക്കുന്നത്. അതുകൊണ്ടാണ് മൊബൈലിലൊക്കെ അവർ ഇരുന്ന് മാന്താൻ തുടങ്ങുന്നത്. ഒരു നിമിഷം പോലും അതിന് മാറി നിൽക്കാതെ ഇരിക്കുന്നത്. അത് വലിയൊരു മാനിയായിട്ട് തീരുന്നു. ആ ഫോണിലുള്ള അമിതമായിട്ടുള്ള ഫോണിലേക്കുള്ള നോട്ടവും ഫോണിലേക്കുള്ള ഉപയോഗം ഒരു മാനിയായിട്ട്, ഒരു ഹാബിറ്റായിട്ട് തീരുന്നു. ഹാബിറ്റ് എന്ന വാക്ക് ശ്രദ്ധിക്കുക. നമ്മൾ മൊബൈൽ ഉപയോഗിക്കാൻ തുടങ്ങിയാൽ നമ്മുടെ കൺട്രോളിൽ അല്ലാണ്ട് പോണതിനെയാണ് ഹാബിറ്റ് എന്ന് വിളിക്കുക. എന്താ ഹാബിറ്റിന്റെ പ്രത്യേകത? HABIT ആണ് ഹാബിറ്റ്. അതിൽ H നമ്മൾ വെട്ടിക്കഴിഞ്ഞാൽ എ ബിറ്റ് ഈസ് ദ. ശ്രദ്ധിക്കണം, എ ബിറ്റ് പറഞ്ഞാൽ ലേശം, കുറച്ച്. എ വെട്ടിക്കഴിഞ്ഞാൽ ബിറ്റ് ഈസ് ദ, ലേശം, വീണ്ടും അവിടെ ബാക്കി. ബി വെട്ടിക്കഴിഞ്ഞാൽ ഇറ്റ് ഈസ് ദ. ഒരിക്കലും നമുക്ക് ഒഴിവാക്കാൻ കഴിയാത്ത ഒരു സാധനത്തിനെയാണ് നമ്മൾ എന്തെന്ന് പറയുക? ഹാബിറ്റ് എന്ന് പറയുക. ഒരു തെറ്റിലേക്ക് നമ്മൾ വഴുതി വീഴുമ്പോ ആദ്യം അത് ഹാബിറ്റായി തീരില്ല, തുടരെ അത് വരുമ്പോ അത് ഹാബിറ്റായിട്ട് പരിണമിക്കുന്നു. അതാണ് ലഹരി ഉപയോഗിക്കുന്നവർക്ക് സംഭവിക്കുന്നത്. ഹാബിറ്റായി തീരുക. പുകവലിക്കുന്നവർക്ക് ഹാബിറ്റായിട്ട് തീരുക. ചായ കുടിക്കുന്നവരെ നോക്കുകൊണ്ട് നിങ്ങൾ ആദ്യം ചായ കുടിക്കുമ്പോൾ ഒരു പ്രശ്നമില്ല, ചായ കിട്ടിയാലും സന്തോഷം, കിട്ടിയില്ലേലും സന്തോഷം. പക്ഷെ കുറച്ചു കാലം ചായ കുടിച്ചിട്ട് പിന്നെ വൈകിട്ട് 3 മണിക്കോ 3:30ക്കോ ഇപ്പൊ അതിന്റെ സമയമായി, അത് കിട്ടിയിട്ടില്ലെങ്കിൽ നമുക്ക് വല്ലാത്തൊരു അസ്വസ്ഥതയാണ്. ചിലരോട് ചൂടാവാൻ തുടങ്ങും, തലവേദന വരും, ആകെ പ്രശ്ന കോലാഹലം. എന്തേ പറ്റി? നമ്മൾ ആ ഹാബിറ്റിന്റെ അടിമയായി. അതാണ് നമുക്ക് പറ്റിയത്. അതൊന്നും പുറത്തേക്ക് കടക്കാൻ കഴിയുന്നവനാണ് ഒരു ലീഡർ. അതിന് വിൽ പവർ വേണം. ആ വിൽ പവറിനാണ് നമ്മൾ ഒത്തുകൂടിയത്. ഈ ഊർജം പങ്കിടല് അതിനു വേണ്ടിയിട്ടാണ്. ആ വിൽ പവർ ഉള്ളിലുള്ളവനെയാണ് ലീഡർ എന്ന് വിളിക്കുന്നത്. പെൺകുട്ടികൾ ഗാങ്ങിലേക്ക് പോകുമ്പോ, ആൺകുട്ടികൾ, ഇത് ഞാൻ ഇത്ര ചുരുക്കി പറയണത്, എന്റെ സമയം അവസാനിക്കാറായി. 5 മിനിറ്റ് കൂടി നമുക്ക് ബാക്കിയുള്ളൂ. ചെറിയ 5 മിനിറ്റ്, എന്റെ വാച്ച് പ്രകാരം 5 മിനിറ്റ് കൂടി ബാക്കിയുള്ളൂ. അതിന്റെ ഇടയിൽ നമുക്ക് ഇത് അവസാനിപ്പിക്കുകയും വേണം. അപ്പൊ നോക്കൂ, ആൺകുട്ടികൾ ട്രെൻഡിലേക്ക് വഴുതി വീഴും. അതുകൊണ്ടാണ് അവര് വീട്ടിലൊക്കെ, ഇപ്പം ലോക്ക്ഡൌൺ ആയതുകൊണ്ട് വലിയ പ്രശ്നം വരില്ല. അല്ലെങ്കിൽ സ്കൂളിൽ പോണ ആളാണെങ്കിൽ തന്റെ സുഹൃത്ത് ചെയ്യുന്ന ട്രെൻഡ് ഒക്കെ അവനും ചെയ്തിരിക്കും. സിനിമയിൽ വരുന്ന ചില ട്രെൻഡുകളൊക്കെ അവൻ കൃത്യമായിട്ട് പകർത്തി. തന്റെ സുഹൃത്ത് തലമുടി ഇവിടെ നിങ്ങൾ പറ്റ വെട്ടിച്ചിട്ട് ഇവരും വെട്ടിയിട്ടുണ്ടാവും. വീട്ടിലെ അമ്മ പറയേണ്ടത്, എന്താ മോനെ ഇത്, നിങ്ങൾ ഉണ്ടായിരുന്നു. അമ്മയുടെ ഒറ്റ ചാട്ടം നിർത്തി. തന്റെ സുഹൃത്ത് ഒരു കാത് കുത്തി അതിൽ കമ്മലോ ഒക്കെ ഇട്ടിട്ടുണ്ടെങ്കിൽ താനും ഇട്ടിട്ടുണ്ടാവും.
അതെ, ആ ഗണ്ണിന്റെ മുകളിൽ സുറുമ വരച്ച് വാല് വെച്ചിട്ട് നമ്മളും വരച്ചിട്ടുണ്ടാവും. അതെ, അതൊക്കെ നമുക്ക് സഹിക്കാൻ പറ്റാത്ത ഒരുപാട് കാര്യമുണ്ട്. എന്റെ സുഹൃത്ത് ആരുടെ പാന്റ് ഭൂമധ്യരേഖ കഴിഞ്ഞ് ദക്ഷിണായനം കഴിഞ്ഞാൽ ഞാനും ആക്കിയിട്ടുണ്ടാവും. ലോ വേസ്റ്റ് എല്ലാ വേഷം കെട്ടലും നമ്മൾ നടത്തിയിട്ടുണ്ടാവും. പിന്നെ കുറെ കാലം കഴിഞ്ഞ് വരുമ്പോഴാണ് നമുക്ക് മനസ്സിലാവുക, അത് കല്യാണമൊക്കെ കഴിഞ്ഞ് കുട്ടികളും മക്കളൊക്കെ ആയി കഴിഞ്ഞ് ഈ കാലഘട്ടത്തിലേക്ക് ഒന്ന് തിരിഞ്ഞ് നമ്മൾ ചിന്തിക്കുമ്പോഴാണ് വേണ്ടി അന്ന് എന്തൊക്കെ കോലാഹലം കാട്ടി. അന്ന് നമ്മൾ ഇരുന്നിട്ട് നമ്മളെ കുട്ടികളോട് പറയും തലമുടി മര്യാദ. നമ്മൾ ഇതൊക്കെ ചെയ്തിട്ടാ പോകുന്നത്. കാരണം ആ കാലം നമ്മളെ കൊണ്ട് അതൊക്കെ ചെയ്യിപ്പിച്ചിട്ടുണ്ട്. കാരണം ലീഡറാവാതിരുന്നത് കൊണ്ട് പറ്റിപ്പോയ കുഴപ്പം. ലീഡറായിരുന്നുവെങ്കിൽ അവൻ മാറി നിന്ന് അവനെ ഒന്ന് നോക്കിക്കാണും, മറ്റുള്ളവനെയല്ല തന്നെ തന്നെ ഒന്ന് നോക്കിക്കാണും. ഞാൻ ആര്, എന്തിനാണ് ഞാൻ ഈ ലോകത്തേക്ക് വന്നത്, എവിടേക്കാണ് എന്റെ യാത്ര, ശ്രദ്ധിക്കും. ഇതാണ് നമ്മൾ ഒരു ലീഡർ ആയിരിക്കുന്നത് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. എന്റെ ജീവിത ലക്ഷ്യം എന്ത്, മനുഷ്യന്റെ ഇടയിൽ ഞാൻ എന്ത് ചെയ്യണം, ഇതിനെക്കുറിച്ച് നമുക്ക് നല്ല ബോധ്യം ഉണ്ടായിരിക്കണം. ഇരിക്കട്ടെ, ഇത് സ്പീഡിൽ പറഞ്ഞു പോവുകയാണ്. മറ്റൊരു പ്രത്യേകത നമ്മൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ടത്, ഇത് പ്രിയരെ നിങ്ങൾ ശ്രദ്ധിക്കൂ, ഇത് നമ്മളെ വളരെയധികം സ്വാധീനിക്കുന്നുണ്ട് ഈ ഘട്ടത്തിന്റെ ഇടയിൽ. ലീഡർമാരാവാൻ ഇതൊക്കെ തടസ്സമാവുന്നുണ്ട്. ശ്രദ്ധിക്കൂ, എന്താണ് ആ രണ്ടാമത്തെ കാര്യം? ഒരാൺകുട്ടി മിക്കവാറും അമ്മയെ ഒട്ടിയായിരിക്കും. അതിനെയാണ് സൈക്കോളജി ഈഡിപ്പസ് കോംപ്ലക്സ് എന്ന് വിളിക്കുന്നത്. എക്സെപ്ഷൻ കേസ് ഉണ്ടാവാം, ഇല്ല എന്നല്ല ഞാൻ പറയുന്നത്. മിക്കവാറും കേസിൽ ഒരു ആൺകുട്ടി മിക്കവാറും അമ്മയെ ഒട്ടിയായിരിക്കും, മാതാവിനെ ഒട്ടി. എന്നാൽ ഒരു പെൺകുട്ടി മിക്കവാറും പിതാവിനെ ഒട്ടിയായിരിക്കും, അച്ഛനെ ഒട്ടിയായിരിക്കും. അതിനെയാണ് ഇലക്ട്ര കോംപ്ലക്സ് എന്ന് നമ്മൾ വിളിക്കുന്നത്. ഇത് രണ്ടും നമ്മുടെ ജീവിതത്തിൽ സ്വാധീനിക്കുന്നുണ്ട്. നമ്മളെ വീട്ടിലേക്ക് ഒന്ന് പോയി നോക്കിയാൽ മതി. 13 വയസ്സ് കഴിഞ്ഞാൽ ഇത് പ്രകടിതമായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. ചെറിയ കാലത്തൊന്നും അത്ര കാണാൻ സാധിക്കില്ല. 13 വയസ്സ് കഴിഞ്ഞ് ഇത് പ്രകടിതമായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. നോക്കൂ, നിങ്ങൾ ഒരു ആൺകുട്ടിയെ നോക്കൊണ്ട്, ആൺകുട്ടി മിക്കവാറും അച്ഛനോട് ഇങ്ങനെയാണ് മിക്കവാറും ആൺകുട്ടി ഒരു ഈഗോയിസ്റ്റിക് ആയിട്ടുള്ള ഒരു ഫീൽ ഉണ്ടാവും അച്ഛനെ. പക്ഷെ അമ്മയുടെ അടുത്ത് ഇങ്ങനെ അടുത്ത് നിൽക്കുക. അപ്പൊ ആ അമ്മയാണ് അവനെ സ്വാധീനിക്കുന്നത്. അമ്മ അവിടെ എപ്പോഴെങ്കിലും തല തിരിഞ്ഞു പോയാൽ മകൻ വഴിവിട്ടു പോകും. ഒരു നിമിഷമില്ല, വഴിവിട്ടു പോകും. അച്ഛനെക്കാളും കൂടുതൽ. എക്സെപ്ഷൻ കേസ് ഉണ്ട്. ഇനി എന്റെ അടുത്തേക്ക് ചോദിക്കാൻ വരരുത്, അതിൽ എക്സെപ്ഷൻ കേസ് ഉണ്ട്. എക്സെപ്ഷൻ ഞാൻ ജനറൽ കേസാണ് പറയുന്നത്. അതുകൊണ്ടാണ് വിവേകാനന്ദനോട് തോന്നിയതിലും ആദരവ്, വിവേകാനന്ദ സ്വാമികളോട് തോന്നിയതിലും ആദരവ് എനിക്ക് അദ്ദേഹത്തിന്റെ മാതാവായ ഭുവനേശ്വരി ദാസിയോടാണ് തോന്നിയത്. എന്താ കാരണം? തന്റെ ഭർത്താവ് മരിച്ച് കുടുംബത്തിന്റെ കേസ് മുന്നോട്ട് കൊണ്ടുപോകാൻ പെടാപ്പാട് പെട്ട ഭുവനേശ്വരി ദാസ്. പോരാ, ആ കാലഘട്ടത്തില് കൽക്കത്തയിൽ അത്ര വിഷമം അനുഭവിച്ച അമ്മ നോക്കൂ, ഖേത്രി മഹാരാജാവ് അന്ന് കുറച്ച് കാശ് വിവേകാനന്ദൻ അറിയാണ്ട് അയച്ചു കൊടുത്തിട്ടില്ലേ, അമ്മയുടെ ഗതി എന്താവെന്ന് അറിയുമോ? നമുക്ക് ചിന്തിക്കാൻ പോലും കഴിയില്ല. ഉടുതുണിക്ക് മറുതുണി ഇല്ലാണ്ടായി പോയി ആ മാതാവിന്. പോരാ, ആ അമ്മ പ്രതിസന്ധി ഘട്ടത്തിൽ, നമ്മൾ ഈ പ്രതിസന്ധി ഘട്ടം വന്നാൽ മുങ്ങൂലേ, അമ്മ മുങ്ങിയില്ല. ആ പ്രതിസന്ധി ഘട്ടത്തിൽ പോലും ട്യൂഷൻ ടീച്ചറെ വിളിച്ചു വരുത്തി ഇംഗ്ലീഷ് പഠിച്ചു. ആ അമ്മ ഇംഗ്ലീഷ് പഠിച്ചിട്ട് തന്റെ മകൻ ആ ഇംഗ്ലീഷ് പകർന്നു കൊടുത്തു. ആ ഇംഗ്ലീഷ് ആയിരുന്നു അമേരിക്കയിൽ ദിഗന്ധങ്ങൾ മുഴങ്ങുമാറ് നാം കേട്ടത്. അതുകൊണ്ടാണ് നല്ലൊരു അമ്മയുള്ള ഇടത്ത് ഇത്തരം എന്താ പറയാ കരുത്തുറ്റ എന്താ പറയാ മക്കള് ഒരു നിമിഷമില്ല ഉണ്ടാവും. ഇനി നോക്കൂ, ഇനി പെൺകുട്ടികളെ ശ്രദ്ധിക്കൂ. ആൺകുട്ടി അമ്മയെ ഒട്ടിയാണെങ്കിൽ പെൺകുട്ടികൾ മിക്കവാറും അച്ഛനെ കുട്ടികളായിരിക്കും. നിങ്ങൾ നോക്കിയാൽ മതി, 13 വയസ്സ് കഴിഞ്ഞ പെൺകുട്ടികളൊക്കെ നോക്കുന്നുണ്ടു വീട്ടില് അമ്മയായിട്ട് പൊരിഞ്ഞിരുത്തായി അടുക്കളയുടെ ഉള്ളിൽ. ഒന്ന് അമ്മ അങ്ങോട്ട് പറയേണ്ട, രണ്ടെണ്ണുണ്ട്. 1ക്ക് 2, 2ക്ക് 3, 3ക്ക് 4, 4ക്ക് 5 പൊരിഞ്ഞ ബഹളായിരിക്കും. അന്നേരം അച്ഛൻ വിളിച്ചു ചോദിക്കും, എന്താണ് ഇവിടെ? അന്നേരം പിന്നെയും ഇത് തുടങ്ങും. എന്നാൽ അവള് അച്ഛനോട് അങ്ങനെയല്ല. അച്ഛനോട് അവള് ചക്കരയും കൊപ്പരയും പോലെ അച്ഛന്റെ അടുത്ത് ഇങ്ങനെ ഒട്ടി നിൽക്കും. അച്ഛനെയും കൂട്ടിയിട്ട് അവള് കൊണ്ടടുത്ത് പോവും. അച്ഛനെ കൊണ്ട് വാങ്ങിപ്പിക്കേണ്ടതൊക്കെ വാങ്ങിപ്പിക്കും. ഈ അച്ഛന്റെ അടുത്ത് നിന്ന് കിട്ടേണ്ട സ്നേഹം ഒരു പെൺകുട്ടിക്ക് കിട്ടിയിട്ടില്ലെങ്കിൽ ശ്രദ്ധിക്കൂ, അവൾ സ്നേഹം നടിച്ച് പുറത്തു നിൽക്കുന്നവന്റെ അടുത്തേക്ക് ഈയാമ്പാറ്റ വിളക്കത്തേക്ക് പോണത് പോലെ പോകും. നല്ലവന്റെ അടുത്തേക്ക് പോയിച്ച കുഴപ്പമൊന്നും ഉണ്ടാവില്ല. മിക്കവാറും ഈയാമ്പാറ്റ വിളക്കത്തേക്ക് പോണ പോലെ ഈ എന്താ പറയാ തല തിരിഞ്ഞവന്റെ അടുത്തേക്കാ പോവുക. പിന്നെ ഏതെങ്കിലും റെയിൽവേ ട്രാക്കിലോ അല്ലെങ്കിൽ വെള്ളത്തിലോ അല്ലെങ്കിൽ മറ്റെവിടെയെങ്കിലോ കിടക്കുന്നുണ്ടാവും. ഇത്രയേ ഉണ്ടാവുള്ളൂ. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ഈ സ്നേഹബന്ധം വീട്ടിൽ ഊട്ടി ഉറപ്പിക്കപ്പെടണം. നമ്മുടെ കുടുംബത്തിലെ ബന്ധം എന്നെന്നും നിലനിൽക്കപ്പെടണം. അത് എന്താ പറയുക, ചില പൊട്ടലുകളും ചീറ്റലുകളും ഒക്കെ ഉണ്ടാവും. ആ എന്താ പറയുക ബന്ധം എന്നെന്നും നിലനിൽക്കപ്പെടണം.
കൂടുതൽ ടീനേജിലൂടെ ഞാനിപ്പോ കടക്കുന്നില്ല. ആ കുടുംബത്തിലെ ബന്ധം എങ്ങനെ നിലനിർത്താം, അതും ഒരു ലീഡറുടെ ഡ്യൂട്ടിയാണ്. മനസ്സിലാക്കി എങ്ങനെ നിലനിർത്താം, അതും കൂടി പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കുകയാണ്. എനിക്ക് കൂടുതൽ കാര്യങ്ങൾ ഇനിയും പറയാനുണ്ട്, പക്ഷെ 1 മണിക്കൂറിന്റെ ഉള്ളിൽ ഇത് അവസാനിപ്പിക്കണം എന്നുള്ളതിനെ കൊണ്ടാണ് നമ്മൾ ആ സമയത്ത് ഇത് അവസാനിപ്പിക്കുന്നത്. എന്തായാലും ആട്ടെ, നോക്കൂ എങ്ങനെയാണ് നമുക്ക് പിന്നെ നമ്മുടെ കുടുംബത്തിലെ പ്രശ്നങ്ങളെ ഒരു പരിധിവരെ ഒഴിവാക്കാൻ പറ്റുക. ഈ വരി ഓർത്തു. ഞാൻ ഇനി പറയാൻ പോകുന്ന വരി ഓർത്ത് വെച്ചാൽ കുടുംബത്തിലെ ഒരുവിധം പ്രശ്നങ്ങളൊക്കെ ഒഴിവാക്കാൻ നമുക്ക് സാധിക്കും. നിങ്ങളുടെ രക്ഷിതാക്കളും അടുത്തുണ്ടെങ്കിൽ അവർ ഈ വരി ഒന്ന് അവരെ കേൾപ്പിക്കും. എല്ലാവരും ഒന്നിച്ചിരുന്ന് ഈ വരി ഒന്ന് കേൾക്കട്ടെ, അപ്പൊ പ്രശ്നമൊക്കെ തീരും. കുഞ്ഞുണ്ണി മാഷ് എനിക്കൊരു വരി കവിത വളരെ മുന്നേ അയച്ചു തന്നിരുന്നു, എന്റെ പിറന്നാൾ സമ്മാനമായിട്ട്. കുഞ്ഞുണ്ണി മാഷെ മറക്കില്ല. അദ്ദേഹം അന്ന് അയച്ചു തന്ന വരി ഇതായിരുന്നു: ഞാൻ ഈശനിൽ വസിച്ചെന്നാൽ ഈശൻ എന്നിൽ വസിച്ചിടും. ഒരു കാർഡിലാണ് അദ്ദേഹം ആ കവിത എനിക്ക് അയച്ചു തന്നത്. കുഞ്ഞുണ്ണി മാഷിന്റെ കൈപ്പടം ഇന്നും സൂക്ഷിച്ചു വെക്കുന്നു. ഒരുപാട് നോട്ടീസിന്റെയും ഒരുപാട് എന്റെ കത്തുകളുടെയും ഒക്കെ എന്റെ സമാഹാരത്തിന്റെ ഇടയിൽ ഞാനത് സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട്. ആ കുഞ്ഞുണ്ണി മാഷ് പറഞ്ഞ ഒരു വരി ഓർക്കണം. ജീവിതത്തിൽ പ്രശ്നങ്ങൾ വരുമ്പോ, അടി വരുമ്പോ, ഇടി വരുമ്പോ വരി ഒന്ന് ഓർക്കുക. എന്താ വരി? കേട്ടപ്പോൾ കാണണമെന്നു തോന്നി. ശ്രദ്ധിക്കണേ. കേട്ടപ്പോൾ കാണണമെന്നു തോന്നി, കണ്ടപ്പോൾ കെട്ടണമെന്നു തോന്നി, കെട്ടിയപ്പോൾ ഹാ കഷ്ടം പെട്ടു എന്നും തോന്നി. ഈ വലിയ നന്നാക്കി മനസ്സിലാക്കി വെച്ചാൽ ഒരുവിധം പ്രശ്നങ്ങളൊക്കെ തീരും. എന്താ അത്? കേട്ടപ്പോൾ കാണണമെന്ന് തോന്നി. എനിക്ക് നിങ്ങൾക്കൊക്കെ തോന്നിയിട്ടുണ്ടാവും. ചിലര് പറഞ്ഞു സുന്ദരിയുണ്ടോ, സുന്ദരനുണ്ടോ, ഒന്ന് കണ്ടാ വേണ്ടില്ല തോന്നിയിട്ടുണ്ടാവും. നമുക്ക് എല്ലാവർക്കും തോന്നിയത്. കണ്ടപ്പോ പുറത്തു കൊണ്ട മറ്റാരുടേതാവട്ടെ, എന്റെ തന്നെ ആയിക്കോട്ടെ, കെട്ടണമെന്ന് തോന്നി. പക്ഷെ അടുത്ത വരി കുഞ്ഞുണ്ണി മാഷ് എഴുതിയിരുന്നത് അണ്ടർലൈൻ ചെയ്ത് വെക്കണം. കെട്ടിയപ്പോൾ ഹാ കഷ്ടം പെട്ടു എന്നും തോന്നി. കെട്ടിക്കഴിഞ്ഞപ്പോഴാണ് മനസ്സിലായത് വേണ്ടിയില്ലായിരുന്നല്ലോ വണ്ടിയും വരിയും, പെട്ടുപോയല്ലോ എന്നാണ്. അതുകൊണ്ടാണ് എല്ലാ പ്രേമ വിവാഹങ്ങളും മിക്കവാറും നോക്കിയാൽ മതി, 85 മുകളിലും നോക്കിയാൽ മതി. ചിലതൊക്കെ നല്ല രീതിയിൽ പോകണം കേട്ടോ, ഇല്ല നിഷേധിക്കുന്നില്ല. മിക്കവാറും അടിച്ചു പിരിഞ്ചാച്ചു കേൾക്കുന്നത് അതുകൊണ്ടാണ്, ഈ പ്രശ്നമുള്ളതിനെ കൊണ്ട്. എന്താ ഇതിന് പരിഹാരം? നോക്കൂ. അപ്പൊ എന്താ സംഭവിച്ചത്? ഇതാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. എന്തുകൊണ്ടാണ് ഈ പ്രശ്നം വരുന്നത്? ഞാൻ നോക്കൂ, ഞാൻ എന്റെ കിണറിലാണ് ജീവിക്കുന്നത്. എന്റെ അച്ഛന്റെ 23 ജീൻ, എന്റെ അമ്മയുടെ 23 ജീൻ, പിന്നെ എന്റെ ചുറ്റുപാട് എന്നിൽ ഉണ്ടാക്കിയ സംസ്കാരം. ആ പൊട്ടക്കിണറ്റുന്ന അടിയം പുറത്തേക്ക് ചാടും. ഞാൻ വിവാഹം കഴിക്കാൻ പോകുന്ന സ്ത്രീ, അയാളുടെ അച്ഛൻ, അയാളുടെ അമ്മ, അയാളുടെ ചുറ്റുപാട്, അയാൾ ഉണ്ടാക്കിയ സംസ്കാരം, ആ പൊട്ടക്കെട്ടിന്ന് പുറത്തേക്ക് ചാടും. അപ്പൊ ഇത് രണ്ടും കൂടി ഒന്നാവാൻ എന്താ വഴി? അഡ്ജസ്റ്റ്മെന്റ് എന്നൊരൊറ്റ വഴിയേ ഉള്ളൂ. അഡ്ജസ്റ്റ്മെന്റ് എന്ന് പറഞ്ഞാൽ ശ്രദ്ധിക്കേണ്ടത്, പലരും വിചാരിച്ചത് അഡ്ജസ്റ്റ്മെന്റ് എന്ന് പറഞ്ഞാൽ കീഴടങ്ങൽ എന്നാണ്. ഒരിക്കലും അല്ല, ഒരിക്കലും അല്ല. ഇപ്പൊ ഭർത്താവ് 2 പെഗ് അടിച്ചു വന്നു, ഒരു പെഗ് കൂടി അടിച്ചു വന്നോളൂ, അത് കീഴടങ്ങൽ. അതല്ല ചെയ്യേണ്ടത്. മറിച്ച് അയാൾ 2 പെഗ് അടിച്ചു വന്നാൽ മിണ്ടാതെ നിൽക്കുക. ആ സമയത്ത് അയാൾ തെറിയൊക്കെ പറഞ്ഞിട്ട് മിണ്ടാതെ നിൽക്കുക. അത് കഴിഞ്ഞ് അദ്ദേഹം നോർമൽ ലെവലിലേക്ക് ആവുമ്പോ നമ്മൾ ഒന്നിച്ചിരിക്കുന്ന ഒരു ഘട്ടം വരും സ്വകാര്യതയിൽ. അന്നേരം ആ ഭർത്താവിനെ ഒന്ന് നെഞ്ചോട് ചേർത്ത് നിർത്തിയിട്ട് ഒന്ന് അദ്ദേഹത്തിന്റെ തലയിലൂടെ കൈ ഓടിച്ചിട്ട് പറയാൻ കഴിയണം, നിങ്ങൾ അന്നേരം ചെയ്ത ചെയ്തി എനിക്ക് ഇഷ്ടപ്പെട്ടില്ല, പക്ഷെ എനിക്ക് നിങ്ങളോട് അങ്ങേയറ്റത്തെ സ്നേഹമുണ്ട്. അത് അയാളുടെ ഉള്ളിൽ കൊള്ളും, ഉറപ്പായിട്ടും കൊള്ളും. അതുകൊണ്ടാണ് പറഞ്ഞത് വ്യക്തിയെ, ഇത് അണ്ടർലൈൻ ചെയ്ത് ഓർത്ത് വെക്കണേ, വ്യക്തിയെ വെറുക്കരുത്. അഭിപ്രായത്തോട് പ്രവൃത്തിയോട് വിയോജിച്ചു. ഒന്നുകൂടെ പറയാം, ഇതൊന്നുകൂടി പറയാം. ജീവിതത്തിലെ വിജയത്തിന്, ജീവിതത്തിലെ ലീഡറായി നിൽക്കുന്നതിന്റെ ഏറ്റവും വലിയ താക്കോല് ശ്രദ്ധിച്ചു കേട്ടോളൂ. വ്യക്തിയെ വെറുക്കരുത്. അഭിപ്രായത്തോട് പ്രവൃത്തിയോട് വിയോജിച്ചോളൂ. ഒരാളുടെ അഭിപ്രായത്തോട് നിങ്ങൾക്ക് വിയോജിപ്പെട്ട് തുറന്നു പറയാം, പക്ഷെ വ്യക്തിയെ വെറുക്കരുത്. ഒരാളുടെ പ്രവൃത്തിയോട് വിയോജിപ്പുണ്ടെങ്കിൽ അയാളോട് വിയോജിപ്പ് രേഖപ്പെടുത്താം, പക്ഷേ ആ വ്യക്തിയെ വെറുക്കരുത്. കാരണം ഇന്നത്തെ ഞാനല്ല നാളത്തെ ഞാൻ, നാളത്തെ ഞാനല്ല മറ്റന്നാളത്തെ ഞാൻ. നിരന്തരം പരിവർത്തനത്തിന് വിധേയമാവുന്നുണ്ട് ഞാൻ. ഈ ക്ലാസ് ശ്രദ്ധയോടുകൂടി കേൾക്കുന്നതിന്റെ മുന്നേയുള്ള ഒരാളല്ല. ഈ ക്ലാസ് ശ്രദ്ധയോടുകൂടി കേട്ട് പുറത്തേക്ക് ഇറങ്ങുന്ന എന്റെ മുന്നിലിരിക്കുന്ന വിരലിലെണ്ണാവുന്ന ഒരാൾ. അപ്പൊ അവർ പരിവർത്തനത്തിന് വിധേയമാവുന്നുണ്ട്. ആ പരിവർത്തനമാണ് ജീവിതം. അപ്പൊ ഇന്നലത്തെ ആളെ വെച്ച് ഇന്നത്തെ ആളെ വിലയിരുത്തരുത്, ഇന്നത്തെ ആളെ വെച്ച് നാളത്തെ ആളെ വിലയിരുത്തരുത്. അതുകൊണ്ടാണ് വ്യക്തിയെ വെറുക്കരുത്. അഭിപ്രായത്തോട് പ്രവൃത്തിയോട് വിയോജിച്ചോളൂ. സ്നേഹം എന്ന ബോണ്ടിനാൽ അവിടെ കെട്ടിയിടപ്പെടണം. അപ്പൊ വീട്ടിലെ പ്രശ്നങ്ങളും
നാട്ടിലെ പ്രശ്നങ്ങളും ഒക്കെ നമുക്ക് നേരിട്ട് പരിഹരിച്ച് മുന്നോട്ട് പോകാൻ പറ്റും. സമയം എന്നെ നോക്കി പല്ലുവിളിക്കും. എനിക്ക് ഈ സെഷൻ അവസാനിപ്പിക്കേണ്ട സമയമായി. കുറെ കാര്യങ്ങൾ ഇനിയും നിങ്ങളോട് ഷെയർ ചെയ്യും. പിന്നെ ആ സർ പറയൂ. അങ്ങനെ നമുക്ക് വലിയ പ്രശ്നമൊന്നുമില്ല, ക്ലാസ് സാറ് തുടരാം. അല്ല, എന്താണെന്നറിയോ, ഇത് കണ്ടിരിക്കുന്ന ഒരുപാട് ആൾക്കാര് കൂടുതൽ സമയം പോയാൽ അവർക്കൊരു പ്രയാസമാവില്ലേ? ഇല്ല, അത് കുഴപ്പമില്ല, സാറ് പറഞ്ഞോളൂ. അപ്പൊ നോക്കൂ, ഈ ആപ്തവാക്യത്തെ നിങ്ങൾ ഓർത്ത് വെക്കണം. വ്യക്തിയെ വെറുക്കരുത്. ഇതാണ് ലീഡറായിരിക്കുന്ന നിങ്ങൾ ഓരോരുത്തരും, ഓരോ സ്കൂളിൽ ചെന്ന് നിങ്ങൾ ഓരോരുത്തരും അനുവർത്തിക്കേണ്ട മാർഗം. മനസ്സ് നന്നാവട്ടെ എന്ന് നമ്മൾ പറയുമ്പോൾ വ്യക്തിയെ വെറുക്കരുത്. വ്യക്തികൾ അനുദിനം മാറ്റത്തിന് വിധേയമാണ്. പക്ഷേ അവിടെ ഓർക്കേണ്ടത് അവരുടെ അഭിപ്രായത്തോട് അവരുടെ പ്രവൃത്തിയോട് വിയോജിക്കാം. ആ വിയോജിപ്പ് പറയാം, എന്നിട്ട് അവരെ നെഞ്ചോട് ചേർത്ത് പറയും, എനിക്ക് നിന്നോട് സംഭവിച്ചു, പക്ഷെ ഇത് ശരിയല്ല. അപ്പൊ അവര് നമ്മുടെ ഓർക്കും. അപ്പൊ നമ്മൾ അവരെ ഓർക്കും. ഹലോ സർ, എന്തെങ്കിലും പറഞ്ഞോ? ആ ഒരു തലത്തിലേക്ക് നമ്മൾ ഉയരുമ്പോഴാണ് നമ്മളെ ലീഡർ എന്ന് വിളിക്കുന്നത്. ആ ഒരു തലത്തിലേക്ക് നമ്മൾ ഉയരാൻ കഴിയുമ്പോഴാണ് നമ്മൾ ലീഡർ എന്ന തലത്തിലേക്ക് ഉയരുന്നത്. അവിടെ നമ്മളെ അടിമപ്പെടുത്തുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്, ആൺകുട്ടികളെ സംബന്ധിച്ച് ഏറ്റവും പ്രധാനം, ലഹരി. ഇത് ശ്രദ്ധിക്കണം. ഞാനിത് ഇപ്പൊ പറഞ്ഞ ഒരുപാട് സമയം എടുക്കും ലഹരിയെ കുറിച്ച് പറയാൻ. അത് വേറെ സെഷൻ തന്നെ നമുക്ക് ചെയ്യാം. ഫെറോപ്പൊളയിനടുത്തൊരു കുട്ടിയുടെ ഉദാഹരണം പറഞ്ഞിട്ട് വേണം എനിക്ക് ആ ലഹരി പറയാൻ. ഈ ലോക്ക്ഡൌൺ കാലഘട്ടത്തിലും എൻ്റെ അടുത്ത് ഒരു വന്ധ്യ മാതാവും പിതാവും വന്ന് ലഹരിക്ക് അടിമപ്പെട്ട ഒരു കുട്ടിയെ കുറിച്ച് പറഞ്ഞു. ആ കുട്ടിയെ രക്ഷിക്കാൻ വേണ്ട ആവതായ കാര്യങ്ങൾ ചെയ്തു കൊടുക്കും. അപ്പൊ നമുക്ക് അവിടെ കൈകോർത്ത് നിൽക്കാൻ പറ്റുന്ന രീതിയിൽ കൈകോർത്ത് നിൽക്കാൻ കഴിയണം. ആൺകുട്ടികളോട് പ്രത്യേകിച്ച് പറയുന്നു, ഇത്തരം ലഹരിയുടെ പിറകിൽ പോകരുത്. അതായത് രാത്രി ഒരിക്കലും പുറത്തിറങ്ങി സുഹൃത്തുക്കളോടൊപ്പം നിൽക്കേണ്ടതില്ല. അത് കൂടെ നയിക്കും. വീട്ടിലേക്ക് വരൂ, രാത്രി ഒരു പ്രത്യേക അസമയത്ത് പുറത്ത് നിൽക്കേണ്ട ആവശ്യമില്ല. ഇങ്ങനെ പുറത്തു പോയി നിന്ന് ആ സുഹൃത്തിന്റെ വലയിൽ കയറി മുഹമ്മദ് യാസിമിന് എന്ത് സംഭവിച്ചുവോ, മരണത്തെ അയാൾ എങ്ങനെ പുലുകിയോ, അതേപോലെ ഒരു പട്ടിയെ പോലെ നമ്മൾ ചത്തുടുക്കുക. മുഹമ്മദ് യാസിം എന്നുള്ളതൊക്കെ കുറച്ച് വിശദമായിട്ട് പറയണം, അതുകൊണ്ടാണ് ഒരുപാട് സമയം എടുക്കും. അതുകൊണ്ട് ഞാനിപ്പോ പറയുന്നില്ല. ആ പട്ടിയെ പോലെ ചാവരുത്. ഒരു നേതാവിനെ പോലെ, ഒരു ലീഡറെ പോലെ, സിംഹത്തെ പോലെ ജീവിക്കുന്ന സമയത്തോടത്തോളം കരുത്തോടുകൂടി ജീവിച്ച് താഴേക്ക് നിബന്ധിക്കും. അല്ലാതെ പുകഞ്ഞ് മറ്റുള്ളവന് ഭാരമായി, ആ തന്നെ നൊന്ത് പ്രസവിച്ച് തന്നെ മുകളിലേക്ക് കരയറ്റിയ ആ മാതാവിനും പിതാവിനും ഭാരമായി നിൽക്കരുത്. നിങ്ങൾ ഓർക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമുണ്ട്. ഞാൻ എൻ്റെ മാതാവിന്റെ ഗർഭത്തിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങിപ്പോരുമ്പോ ശ്രദ്ധിക്കണം. എൻ്റെ മാതാവിന്റെ ഗർഭത്തിൽ നിന്ന് ഞാൻ പുറത്തേക്ക് ഇറങ്ങിപ്പോരുമ്പോ 20 അസ്ഥികൾ ഒന്നിച്ചൊടിയുന്ന വേദന ഞാൻ എൻ്റെ മാതാവിന് സമ്മാനിക്കുന്നുണ്ട്. ആ വേദനയുടെ ആ വേദന മാത്രമൊന്നുമല്ല, ആ അമ്മ തന്നെ പ്രസവിച്ചിട്ട് ആ പ്രസവ വേദനയുടെ കഥ അവിടെ നിൽക്കട്ടെ, അതൊന്നും കിട്ടാൻ ഞാനും ഒരിക്കലും കഴിയില്ല, പോരാ. എന്റെയും നിങ്ങളുടെയും മലത്തിലും മൂത്രത്തിലും ആ മാതാവ് കിടന്നതിന്റെ കടം പോട്ടെ, നമ്മൾ വയറ്റ് ചുവന്നതിന്റെ കടം പോട്ടെ, അവർ കഴിച്ചൊക്കെ അങ്ങോട്ട് പോകുന്ന ഇങ്ങോട്ട് ഛർദ്ദിച്ചതിന്റെ കടം പോട്ടെ, ഒന്നും നമുക്ക് വീട്ടാൻ കഴിയില്ല. പക്ഷേ എന്റെയും നിങ്ങളുടെയും മലത്തിലും മൂത്രത്തിലും ആ മാതാവ് കിടന്നതിന്റെ കടത്തിന്റെ ഒരംശം വീട്ടാൻ ഇവിടെ ഒരു ഒറ്റ ഒരുത്തൻ. അതുകൊണ്ട് ആ മാതാവിന് വിഷമം വരുത്തരുത്. ഇത് നിങ്ങൾ ശ്രദ്ധിക്കുന്നു എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. മാതാവുള്ളവന്റെ കണ്ണ് ഒന്നും നിറയണം ഇത് കേൾക്കുമ്പോ. ആ മാതാവിന് വിഷമം വരുത്തരുത്. പോരാ, ഒരു പിതാവിനെ നിങ്ങൾ ശ്രദ്ധിക്കൂ. നിങ്ങൾക്ക് തോന്നുന്നു അയാളെ കൂടണമെന്നുള്ളത്. പല തവണ ജീവിതത്തിൽ നിന്ന് താഴേക്ക് വീണ് പോയിട്ടുണ്ടാവും. ഇവിടെ വന്നൊരു പെൺകുട്ടിയോട് ഞാൻ പറഞ്ഞ വാക്കാണ്. പല തവണ നിന്റെ പിതാവ് നിലത്തേക്ക് വീണ് പോയിട്ടുണ്ടാവും. എന്നാലും എന്റെ മകൾ നിലത്തേക്ക് വീഴരുതെന്നുള്ള നിലയ്ക്ക് തന്റെ കൈ പിടിച്ച് മുകളിലേക്ക് ഉയർത്തിപ്പിടിച്ച ആ പിതാവിനെ മറക്കരുത്. ആ പിതാവിനെയും മാതാവിനെയും ചൂട് ചേർത്ത് നിർത്തണം. പക്ഷെ തെറ്റ് കണ്ടാൽ അവിടെ ചൂണ്ടിക്കാണിക്കുകയും വേണം. കരുത്തോടുകൂടി നീക്കണം. ഒരാളെ ഉപദ്രവിക്കുന്നതാവരുത് നമ്മുടെ ലക്ഷണം. പക്ഷെ അവിടെ നിസ്സഹകരണവും അഹിംസാ മാർഗവും നമുക്ക് പിന്തുടരാം. ഗാന്ധി പിന്തുടർന്നത് ആ മാർഗമാണ്. അപ്പൊ നോക്കൂ, ഈ നേതൃഗുണത്തിന്റെ മഹനീയ മാതൃകയിലേക്ക് നമ്മൾ കടക്കുമാറാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് തന്നെ തിരുത്തുന്നതിലൂടെ, അതായത് ഈ ലോകത്തെ തിരുത്താൻ നമുക്കാവില്ല, ഒരിക്കലും ആവില്ല. ഈ ലോകം മൊത്തത്തിൽ ഒരു കറക്കം കറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. അതിൽ ആ ലോകത്തിന്റെ കറക്കത്തെ നിർത്താൻ നമ്മളെ തിരുത്തിയാൽ സാധിക്കും. അപ്പൊ ആ നമ്മളെ തിരുത്തുകയും നമ്മളെ നിരന്തരം
എന്താ പറയാ തേച്ചു മിനുക്കി കൊണ്ടു നടന്നാൽ അതിലൊരിക്കലും ക്ലാവ് പിടിക്കില്ല. ആ തന്നെ തിരുത്താനും തന്നെ കുറിച്ച് ചിന്തിക്കാനും വേണ്ടിയിട്ടാണ് ഈ ദിവസത്തെ ഈ എന്താ പറയാ 4 മണി മുതൽ ഏകദേശം 5-5:10 വരെയുള്ള ഈ സമയത്തെ നമ്മൾ വിനിയോഗിച്ചത്. ആ സമയത്തെ ഒരിക്കലും പാഴാക്കി കളയരുതേ എന്ന് പ്രാർത്ഥിച്ചു. ആൽബർട്ട് ഐൻസ്റ്റീനോട് ഒറ്റ കഥയും കൂടി പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കുകയാണ്. വിത്ത് ദ പെർമിഷൻ ഓഫ് യൂനസ് സാർ, അതുപോലെ തന്നെ അനിൽകുമാർ സാർ, അതേപോലെ തന്നെ എന്റെ പ്രിയ സുഹൃത്ത് ഇതിലേക്ക് എന്നെ കയറി വരാൻ വേണ്ടിയിട്ട് എന്നെ ഇതിലേക്ക് ക്ഷണിച്ചത്. എനിക്ക് ഒരുപാട് കടപ്പാടുകളുണ്ട്. ആത്മമിത്രം സിജു സാറ്, അദ്ദേഹത്തോടൊക്കെയുള്ള അവരോടൊക്കെയുള്ള എന്റെ കൃതജ്ഞത, അനിൽകുമാർ സാറും അതേപോലെ യൂനസ് സാർ, അങ്ങനെ ഒരുപാട് ആൾക്കാർ പേരെടുത്ത് എല്ലാവരും ഞാൻ പറയുന്നില്ല, അവരോടൊക്കെയുള്ള എന്റെ കൃതജ്ഞതയും കടപ്പാട് രേഖപ്പെടുത്തി. ഈ ഒരു ഒത്തുകൂടലിൽ എനിക്ക് എന്നെ കുറിച്ച് ഒന്നുകൂടി ചിന്തിക്കാൻ കഴിയും. നിങ്ങളെ കണ്ടിട്ടില്ലെങ്കിലും ഞാൻ കാണാതെ കാണുകയാണ്. എന്റെ ഒരു വാക്കുകൊണ്ട് നിങ്ങൾ ആരെങ്കിലും ഒരാൾ ഈ സമൂഹത്തെ ചിട്ടപ്പെടുത്തിയാൽ അതിൽ അതിയായ സന്തോഷമാണ്. അതുകൊണ്ടാണ് അധ്യാപക ദിനത്തിൽ എനിക്ക് വന്ന ഒരു സന്ദേശമുണ്ട്. അതാണ് ഒരു അധ്യാപകന്റെ ഏറ്റവും വലിയ സർട്ടിഫിക്കറ്റ്. അത് ഞാനിപ്പോ നിങ്ങൾക്ക് കാണിക്കണമെങ്കിൽ എന്റെ മൊബൈലിലാണ് ഉള്ളത്. നിങ്ങൾക്ക് കാണിച്ചു തരണം. നിങ്ങൾ എന്റെ ഫേസ്ബുക്ക് പേജിൽ നോക്കിയാൽ കെമിസ്ട്രിക്കാരിയായ ഒരു കുട്ടി, ഞാൻ പഠിപ്പിച്ച ഒരു കുട്ടി, കെമിസ്ട്രിക്കാരിയായ ഒരു കുട്ടി അതില് എന്നെ കുറിച്ച് ഒരു കുറിപ്പിട്ടിട്ടുണ്ട്. അത് കാണുമ്പോഴാണ് നമുക്ക് ഏറ്റവും കൂടുതൽ സന്തോഷം തോന്നുക. അധ്യാപക വൃത്തി ഞാൻ തെരഞ്ഞെടുത്തത് ഒരൊറ്റയാള് കാരണം എന്ന് പറഞ്ഞിട്ട് അവളൊരു കുറിപ്പ് എഴുതിയിട്ടുണ്ട്. അപ്പൊ അവിടെ നിന്ന് ഒരു പ്രധാനപ്പെട്ട ഹയർ സെക്കൻഡറി സ്കൂളിലെ അധ്യാപികയാണ്, ഗവൺമെന്റ് സ്കൂളിലെ അധ്യാപികയാണ്. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത്, നമ്മുടെ ചില വാക്കുകളും ചില പ്രവൃത്തികളും കുട്ടികളുടെ ഉള്ളിൽ സ്പർശിക്കും. അത് സ്പർശിച്ച് ഒരാൾ തന്നെയെങ്കിലും മാറ്റം വരുത്തിയാൽ സന്തോഷം. അവസാനിപ്പിക്കുന്നതിന് മുന്നേ ആൽബർട്ട് ഐൻസ്റ്റീനോട് ഒരിക്കൽ പത്രപ്രവർത്തകർ ചോദിച്ചു അത്രേ, താങ്കളെക്കാളും ബുദ്ധിമാൻ ആരാണ്? അതിന് ഐൻസ്റ്റീൻ പറഞ്ഞ മറുപടി, എന്റെ ഡ്രൈവർ എന്ന്. പത്രപ്രവർത്തകർ ഞെട്ടി അത്രേ. ഐൻസ്റ്റീനെക്കാളും വലിയ ആളോ ഇദ്ദേഹത്തിന്റെ ഡ്രൈവർ? അപ്പൊ നോക്കൂ, ഐൻസ്റ്റീൻ നൊബേൽ സമ്മാനം കിട്ടിയിരുന്നു. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. നൊബേൽ സമ്മാനം കിട്ടിയപ്പോൾ ഇയാൾ എല്ലായിടത്തേക്കും പ്രസംഗിക്കാൻ വേണ്ടി വിളി, എല്ലായിടത്തേക്കും പ്രസംഗിക്കാൻ വേണ്ടി വിളി. അപ്പൊ ഇദ്ദേഹത്തെ കൊണ്ടുപോയി വിടുക ഈ ഡ്രൈവറാണ്, ഇദ്ദേഹത്തിന്റെ ഡ്രൈവർ. ഈ ബുദ്ധിമാൻ എന്ന് പറഞ്ഞ ഈ ഡ്രൈവർ കൊണ്ടുപോയി വിടുമ്പോ ഈ ഡ്രൈവർ എല്ലായിടത്തും പോകുമ്പോഴും ഇയാളെ കൊണ്ടുപോയി വിടുമ്പോ ഒക്കെ ഇയാളുടെ പ്രസംഗം കേൾക്കാൻ വേണ്ടി ഈ ഡ്രൈവർ ഹാളിന്റെ പറക്കിൽ പോയി. ശാസ്ത്രകാരനാണ്, അപ്പൊ അദ്ദേഹത്തിന്റെ പ്രസംഗം ഗംഭീരമായിരിക്കും, അപ്പൊ അതൊന്ന് കേൾക്കാം എന്നുള്ള നിലയ്ക്ക് ആ പ്രസംഗം കേൾക്കാൻ വേണ്ടിയിട്ട് പറക്ക് പോയിരിക്കും ഈ ഡ്രൈവർ. പക്ഷെ ഐൻസ്റ്റീൻ ഒരു കുഴപ്പമുണ്ട്. എന്താ കുഴപ്പമോ? ഐൻസ്റ്റീൻ ഇവിടെ എന്താണോ പ്രസംഗിച്ചത് അത് വള്ളി പുള്ളി വിടാതെ അടുത്ത വേദിയിൽ പ്രസംഗിക്കും. അതന്നെ വള്ളി പുള്ളി വിടാതെ ഒരു വാക്ക് അങ്ങോട്ടോ കൂടെ മാറ്റൂല, അടുത്ത വേദിയിൽ വീണ്ടും പ്രസംഗിക്കും. അങ്ങനെ 10-50 വേദിയില് ഒരേ ടൈപ്പ് പ്രസംഗം ഈ ഡ്രൈവർ ഇരുന്ന് കേൾക്കുക. 51ാമത്തെ വേദിയിലേക്ക് പോകുമ്പോൾ ഡ്രൈവർ ചൂടായി. ഡ്രൈവർ പറഞ്ഞു, ഇനി നിങ്ങൾ പ്രസംഗിക്കണമെന്നില്ല. കാറിൽ ഇരുന്നിട്ട് ഐൻസ്റ്റീനോട് ഡ്രൈവർ പറഞ്ഞു, ഇനി നിങ്ങൾ പ്രസംഗിക്കണമെന്നില്ല, നിങ്ങളെ പ്രസംഗമൊക്കെ എനിക്ക് ബൈഹാർട്ട്, ഞാൻ പ്രസംഗിച്ചോളാം എന്ന്. ഐൻസ്റ്റീൻ നല്ല തമാശക്കാരനാണ്. ഐൻസ്റ്റീൻ പറഞ്ഞു, ആയിക്കോട്ടെ, പ്രശ്നമില്ല, നീ പോയി പ്രസംഗിച്ചു, എനിക്കിന്ന് തൊണ്ടയ്ക്ക് ഒരു റെസ്റ്റ് കിട്ടുമല്ലോ, ഞാൻ കാറിൽ വിശ്രമിക്കാം എന്ന് പറഞ്ഞു. അപ്പൊ ഐൻസ്റ്റീനും ഈ ഡ്രൈവറും ഒരേ മുഖച്ചായ. അപ്പൊ ഐൻസ്റ്റീൻ എന്ത് ചെയ്തു വെച്ചാൽ തന്റെ തൊപ്പി എടുത്ത് ഈ ഡ്രൈവറെ തലയിൽ ഇടിപ്പിച്ചു, തന്റെ കോട്ടെടുത്ത് ഈ ഡ്രൈവറെ ഇടിപ്പിച്ചു, പോയി പ്രസംഗിച്ചു വാ, ഞാൻ ഇവിടെ കാറിൽ ഒന്ന് ഉണ്ടാവും, വിശ്രമിക്കുന്നുണ്ടാവും എന്ന് പറഞ്ഞു. ഡ്രൈവർ കൂളായിട്ട് ഈ ഹാളിലേക്ക് കയറി ചെന്നു. അപ്പൊ അവിടെ ഇരിക്കുന്ന ആൾക്കാരുടെ വിചാരം എന്താ? ഈ വരുന്നത് ഐൻസ്റ്റീൻ ആണ് എന്നാണ്. എല്ലാവരും എഴുന്നേറ്റുന്നു, സന്തോഷം, ഐൻസ്റ്റീനെ കണ്ട സന്തോഷം. അങ്ങനെ ഇദ്ദേഹം പ്രസംഗിക്കാൻ തുടങ്ങി. ആര് പ്രസംഗിച്ചു തന്നെയാണ് പ്രസംഗിക്കുന്നത്? ഐൻസ്റ്റീൻ 50 വേദിയിൽ പ്രസംഗിച്ച ബൈഹാർട്ടായ പ്രസംഗമാണ് ഇയാൾ പ്രസംഗിക്കുന്നത്. വേറെ ഒന്നും ഇയാൾക്ക് അറിയില്ല, ഡ്രൈവറാണല്ലോ, വളയം പിടിക്കാനേ ഉള്ളൂ. ആ തകർപ്പൻ പ്രസംഗം. നിങ്ങൾ വിചാരിക്കും ദേശം എളുപ്പമാണ് ഇത് പരിപാടി എന്നുള്ളത്. ഒരിക്കലല്ല. മറ്റൊരാളുടെ പ്രസംഗത്തെ ട്രാൻസ്ലേറ്റ് ചെയ്യാന്ന് പറഞ്ഞാലും മറ്റൊരാളുടെ പ്രസംഗം അതേപടി പറയാന്ന് പറഞ്ഞാൽ ലേശം ബുദ്ധിമുട്ടാണ്. സ്വാമി അഗ്നിവേശ്, പ്രശസ്ത സാമൂഹ്യ പ്രവർത്തകനായ സ്വാമി അഗ്നിവേശ് രാമനാട്ടുകരയിൽ വന്നിരുന്നു. ഇദ്ദേഹത്തിന്റെ പ്രസംഗം ഞാനാണ് ട്രാൻസ്ലേറ്റ് ചെയ്തത്. അന്ന് എന്റെ കാലിന്റെ മുട്ട് ബെല്ലടിച്ചിട്ടുണ്ട്. പക്ഷെ അദ്ദേഹം എന്നെ അവസാനം തട്ടിയിട്ട് പറഞ്ഞു, എന്റെ പ്രസംഗത്തെക്കാൾ നല്ല ട്രാൻസ്ലേഷൻ ആയിരിക്കും താങ്കളുടേത് എന്ന്. അന്ന് എന്റെ സഹപ്രവർത്തകരുണ്ട്, അവരൊക്കെ എന്നെ പ്രശംസിച്ചു. അപ്പൊ സന്തോഷം തോന്നി. അതിനുശേഷം ഗാന്ധിയുടെ ചെറുമകൾ ഇളാഗാന്ധി വന്നിരുന്നു. ഇളാഗാന്ധിയുടെ പ്രസംഗവും ഞാൻ അന്ന് ട്രാൻസ്ലേറ്റ് ചെയ്തു. ഞാൻ പറഞ്ഞു വന്നത്, ഒരാൾ പ്രസംഗിച്ച പ്രസംഗം അതേ ഊർജത്തോടുകൂടി മറ്റൊരാൾക്ക് കൊടുക്കുക എന്ന് പറഞ്ഞാൽ നല്ല ബുദ്ധിമുട്ടാണ്. ഒരു പ്രസംഗം പ്രസംഗിക്കാൻ എളുപ്പമായി, ഇംഗ്ലീഷിലോ മലയാളത്തിലോ പറഞ്ഞാൽ എളുപ്പമായിരിക്കും. പക്ഷെ മറ്റൊരാളുടെ പ്രസംഗം ട്രാൻസ്ലേറ്റ്, ഡ്രൈവർ തകർപ്പൻ പ്രസംഗം. ഐൻസ്റ്റീന്റെ പ്രസംഗം തന്റെ ഊർജം പരമാവധി കൊടുത്ത് ഐൻസ്റ്റീൻ പ്രസംഗിക്കുന്നതിൽ ഗംഭീരമായിട്ട് പ്രസംഗിച്ചു. ജനങ്ങളൊക്കെ ഇങ്ങോട്ട് ഇളകി. ഇയാളുടെ പ്രസംഗം കഴിഞ്ഞപ്പോൾ എല്ലാവരും എഴുന്നേറ്റ് നിന്ന് ഗംഭീരമായിട്ടുള്ള കയ്യടിക്കാൻ, ഗംഭീരമായ
ആ കയ്യടി കേട്ട് സന്തോഷിച്ചിട്ട് അദ്ദേഹം അങ്ങോട്ട് ഇറങ്ങി പോരാൻ വേണ്ടി നിൽക്കുമ്പോ അദ്ദേഹം വിചാരിക്കാത്തൊരു കാര്യം അവിടെ സംഭവിച്ചു. പറയുന്ന ഒരാൾ എഴുന്നേറ്റുന്നു. റിലേറ്റിവിറ്റിയുടെ ഇന്ന ഭാഗം മനസ്സിലായില്ല, ഐൻസ്റ്റീൻ കണ്ടെത്തിയ കണ്ടുപിടുത്തത്തിൽ ഒരു ഭാഗം മനസ്സിലായില്ല, ഒന്ന് വിശദീകരിച്ചു തരുമോ എന്ന് ചോദിച്ചു. ഇയാൾക്ക് ഇത് വല്ലതും അറിയുമോ? ആകെ വളയം പിടിക്കാനേ അറിയുള്ളൂ. നമ്മളായിരുന്നെങ്കിൽ അവിടെ ബോധം കെട്ട് താഴേക്ക് വീണിട്ടില്ല. പക്ഷെ ഐൻസ്റ്റീന്റെ ഡ്രൈവർ നമ്മൾ മുങ്ങുന്ന പോലെ മുങ്ങിയില്ല, ആ പ്രതിസന്ധി ഘട്ടത്തിലും മുങ്ങിയില്ല. അദ്ദേഹം എന്താ ചെയ്തതെന്ന് അറിയൂ നിങ്ങൾക്ക്? തന്നോട് ആ സംശയം ചോദിച്ചവന്റെ നേരെ വിരൽ ചൂണ്ടിക്കൊണ്ട് മറുപടി പറഞ്ഞു. ഇത്തരം സില്ലി ക്വസ്റ്റ്യൻസിന് ഞാൻ മറുപടി പറയാറില്ല, എന്റെ ഡ്രൈവർ മറുപടി പറയുമെന്ന് പറഞ്ഞ് കാറിലേക്ക് നടന്നു. ആരാണ് അവിടെ കാറിലിരിക്കുന്നത് പ്രിയ സുഹൃത്തുക്കളെ? യഥാർത്ഥ ഐൻസ്റ്റീനാണ്. ഇതിനെയാണ് കോമൺ സെൻസ് എന്ന് വിളിക്കുന്നത്. വേണ്ട സമയത്ത് വേണ്ട കാര്യം വേണ്ടതുപോലെ ചെയ്തു തീർക്കാനുള്ള വിവേകം, അതാണ് ലീഡർഷിപ്പ് ക്വാളിറ്റിയുടെ ഏറ്റവും വലിയ ലക്ഷ്യം. അത് നമുക്ക് ഉണ്ടാവട്ടെ. ഈ ലോക്ക്ഡൌൺ കാലഘട്ടത്തിലും വേണ്ട കാര്യം വേണ്ട സമയത്ത് വേണ്ടതുപോലെ ചെയ്തു തീർക്കണം, നിന്ന് മൂങ്ങുകയല്ല. അതിനുള്ളൊരു കരുത്ത് നമുക്ക് ഈ ടോക്ക് കൊണ്ട് ഉണ്ടാവട്ടെ. നമ്മൾ ആ പ്രതിസന്ധിയെ മറികടന്ന് അപ്പുറത്തേക്ക് പോകട്ടെ. വി ഷാൽ ഓവർകം. നമുക്ക് ഉറപ്പായിട്ട് ഓവർകം ചെയ്യാൻ കഴിയും, ഒരു സംശയം വേണ്ട. ഈ ഒരു ടീം സ്പിരിറ്റും ഈ കൂട്ടായ്മയും ഈ ഒരു കരുത്തും ഈ ഒരു ലീഡർഷിപ്പ് ക്വാളിറ്റി ഉണ്ടെങ്കിൽ ഉറപ്പായിട്ട് ഇതല്ല ഇതിലപ്പുറത്തെ പ്രതിസന്ധിയും നമുക്ക് മറികടക്കാൻ കഴിയും. അതിനാണ് കൈയും കാലും ഒക്കെ തന്ന് ദൈവം നമ്മളെ അനുഗ്രഹിച്ചിരിക്കുന്നത്. ആ കരുത്തിലേക്ക് നമ്മൾ പ്രവേശിക്കുമാറാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എന്തെങ്കിലും നന്മ ഈ 1 മണിക്കൂർ നേരത്തെ ഭാഷണത്തിലൂടെ നിങ്ങൾക്ക് ലഭിച്ചുവെങ്കിൽ അത് അവന്റെ മഹിമ അഥവാ ദൈവത്തിന്റെ മഹിമ എന്ന് വിശ്വസിക്കും. എന്തെങ്കിലും അബദ്ധം പറ്റിയെങ്കിൽ അത് ഈ ഉപകരണത്തിന്റെ കുഴപ്പം, സത്യം ക്ഷമിക്കണം എന്നും പറഞ്ഞുകൊണ്ട്. കാരണം ഒരു സോഷ്യൽ മീഡിയയിലൂടെ ഇങ്ങനെ ഒരു ഇത് നടത്തുമ്പോൾ അതിൻ്റെതായ പരിമിതി ഉണ്ടാവും. അതുകൊണ്ട് നിങ്ങൾ ക്ഷമിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങളുടെ വിലയേറിയ അഭിപ്രായം കേൾക്കാൻ വേണ്ടി ഞാൻ ആഗ്രഹിക്കുന്നു. പറ്റുമെങ്കിൽ എൻ്റെ വാട്സാപ്പിലൂടെയോ അല്ലെങ്കിൽ എൻ്റെ ഇമെയിൽ ID-യിലൂടെയോ നിങ്ങൾക്ക് അഭിപ്രായം രേഖപ്പെടുത്താം. ആ മൊബൈൽ നമ്പറും കൂടി ഞാൻ നിങ്ങളോടൊന്ന് പറയുകയാണ്. കാരണം നിങ്ങളുടെ വിലയേറിയ അഭിപ്രായം എനിക്ക് കിട്ടാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ അതിനനുസരിച്ച് വേണം എനിക്ക് മുന്നോട്ട് പോകാൻ വേണ്ടിയിട്ട്. നിങ്ങൾ തുറന്ന് എഴുതും എന്നാണ് എൻ്റെ വിശ്വാസം. ഞാൻ എൻ്റെ ഇമെയിൽ ID ഒന്ന് പറയാം. pramod@gmail.com. ഞാൻ അതിന്റെ സ്പെല്ലിംഗ് ഒന്ന് പറയാം. ഫുൾ സ്മോൾ ലെറ്റർ ആണ്. PRAMOD സ്പേസ് വേണ്ട, AYIKKARAPPADI @gmail.com. pramod@gmail.com. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഈ ഫോൺ നമ്പറിൽ എന്നെ വാട്സാപ്പ് വഴിയും നിങ്ങളുടെ അഭിപ്രായം എഴുതി അറിയിക്കാം. വാട്സാപ്പ് നമ്പർ ഒന്ന് നോട്ട് ചെയ്ത് വെച്ചോളൂ. നിങ്ങൾക്ക് അറിയിക്കാൻ പറ്റുന്ന ഒരു മാക്സിമം എന്നെ അതാണ് എൻ്റെ ഇമെയിൽ ID. അത് താഴെ കൊടുത്തിട്ടുണ്ട്. അവിടെ നിങ്ങളുടെ സ്ക്രീനിൽ നിങ്ങൾക്ക് കാണാൻ കഴിയുമെന്ന് പ്രതീക്ഷിക്കുന്നു. അല്ലെങ്കിൽ എൻ്റെ മൊബൈൽ നമ്പർ തന്നാൽ നിങ്ങൾ മിസ്യൂസ് ചെയ്യില്ല എന്ന് ഞാൻ വിശ്വസിക്കുന്നു. മിസ്യൂസ് ചെയ്യരുത് ദയവേത്. വെറുതെ എനിക്ക് കോൾ ചെയ്തുകൊണ്ടിരിക്കരുത് എന്നും ആത്മാർത്ഥമായിട്ട് അപേക്ഷയുണ്ട്. എന്തെങ്കിലും ബുദ്ധിമുട്ടൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ അത് ചെയ്യും, അത് സ്വാഭാവികം, അത് കുഴപ്പമില്ല. അല്ലാത്ത ഘട്ടത്തിൽ അത് ചെയ്യരുത് എന്ന് പറഞ്ഞുകൊണ്ട് 99 47 320 490 നമ്പർ ഒന്നുകൂടി ആവർത്തിക്കാം. നിങ്ങളുടെ അഭിപ്രായം എനിക്ക് ഒന്ന് ഷെയർ ചെയ്യൂ പ്ലീസ്. ഇതാ സ്ക്രീനിൽ കൊടുത്തിട്ടുണ്ട് സാറ്, ഇത് സ്ക്രീനിൽ കൊടുത്തിട്ടുണ്ട്. 99 47 320 490. അപ്പോ ഈ ക്ലാസ്സിനെ കുറിച്ചുള്ള അഭിപ്രായം നിങ്ങൾ അറിയിക്കൂ. എൻ്റെ നന്ദിയും കടപ്പാടും ദൈവത്തോടൊപ്പം തന്നെ ഞാൻ അറിയിക്കുന്നത്, ഞാൻ നേരത്തെ പറഞ്ഞു, സിജു സാർ, അദ്ദേഹമാണ് എന്നെ ഈ പ്ലാറ്റ്ഫോമിലേക്ക് വിളിച്ചത്. അതുപോലെ തന്നെ അനിൽകുമാർ സാറ്, അതുപോലെ തന്നെ പിന്നെ നമ്മുടെ യൂനസ് സാറ്, അങ്ങനെ ഒരുപാട് ആൾക്കാർ, അവരോടൊക്കെയുള്ള എൻ്റെ കൃതജ്ഞതയും നന്ദിയും രേഖപ്പെടുത്തിക്കൊണ്ട് എപ്പോഴെങ്കിലും വെച്ച് ഒത്തുകൂടാനും കാണാനും ഇടവരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എല്ലാവർക്കും ഈ ലോക്ക്ഡൌൺ കാലത്ത് നന്മയുണ്ടാവട്ടെ, സ്നേഹം ഉണ്ടാവട്ടെ, ആരും ദുഃഖിക്കാനോ ബുദ്ധിമുട്ടാനോ ഇടവരാതിരിക്കട്ടെ. ബുദ്ധിമുട്ടോ ദുഃഖമോ വന്നു കഴിഞ്ഞാൽ അതിനെ മറികടക്കാനും ഈ ക്ലാസ് കൊണ്ട് സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഇടവാങ്ങുന്നു. ഹലോ സുജുമാഷ്. ഓക്കെ. പ്രൊഫസറെ, സംഭവം സൂപ്പർ ആയിട്ടുണ്ട്. 300ഓളം കുട്ടികൾ ഉണ്ടായിരുന്നു കേട്ടോ. ഒരു ത്രൂ ഔട്ട് നല്ല പാർട്ടിസിപ്പേഷൻ ഉണ്ടായിരുന്നു കുട്ടികളുടെ.
300ഓളം കുട്ടികൾ ഉണ്ടായിരുന്നു, അവരുടെ ഫാമിലി ഉണ്ടായിരുന്നു. കുട്ടികളുടെ അഭിപ്രായം അവർ ഗ്രൂപ്പിൽ ഷെയർ ചെയ്യും. അപ്പൊ ഞാൻ സാറിന് ഫോർവേഡ് ചെയ്യാം, സാറിന് അയക്കുകയും ചെയ്യും കേട്ടോ. ഓക്കെ ഓക്കെ. ഔദ്യോഗികമായിട്ട് നന്ദി പറയുന്നത് നിഷ ടീച്ചറാണ്. നിഷ ടീച്ചറെ ഇതിനുവേണ്ടി ക്ഷണിക്കുകയാണ്. നിഷ ടീച്ചർ നമുക്ക് ഞാനുണ്ട് ഇവിടെ കേട്ടോ. ഞാൻ സ്റ്റാർട്ടിങ് മുതലേ വിത്തൗട്ട് ഡിലേ ഞാൻ കൂടെ തിരിച്ചല്ല ജസ്റ്റ് ഞാൻ വീട്ടിൽ ഇത് കയറിയിട്ടില്ല, മക്കളെ ആക്കിയിട്ടില്ല, റൂട്ടിൽ തന്നെ ആക്കിയതാ. വളരെ നന്നായിട്ടുണ്ട്, വളരെ എനർജറ്റിക് ആയിട്ട് പറഞ്ഞതിനേക്കാളും കൂടുതലായിട്ട് കാര്യങ്ങളെ അവതരിപ്പിക്കാൻ സാധിച്ചു. കാരണം ഇത്രയും ലൈവായിട്ട് തോന്നുന്നു ഇതിന്റെ മുന്നേ ഒരു ക്ലാസ് ഒരു സ്റ്റാൻഡിങ് പ്ലേസിൽ നടന്നിട്ടുണ്ടാവില്ല. പ്രിയപ്പെട്ട പ്രമോദ് സാർ, സിജു സാർ, അനിൽ സാർ, എബ്രഹാം സാർ, സന്തോഷം, സൂരജ് സാർ, മറ്റധ്യാപകരെ, വിദ്യാർത്ഥികളെ, കഷ്ടകാലത്തെ അതിജീവിക്കാനുള്ള ശ്രമത്തിലാണ് എല്ലാവരും. ഇതിനായി കരിയർ ആൻഡ് അഡോളസൻസ് കൗൺസിൽ മലപ്പുറം ജില്ലാ നേതൃത്വം നടത്തുന്ന പ്രോഗ്രാമുകളൊക്കെ ശ്ലാഘനീയമാണ്. നമ്മുടെ മുഖ്യാതിഥിയായിട്ട് നമുക്ക് പ്രമോദ് സാറിനെ ലഭിച്ചത് ഭാഗ്യമായിട്ട് കരുതുന്നു. അദ്ദേഹത്തിന്റെ ക്ലാസ് ഊർജദായകമായിരുന്നു. അദ്ദേഹത്തിന് ജില്ലാ നേതൃത്വത്തിന് വേണ്ടിയും ഈ പരിപാടിയിൽ പങ്കെടുത്ത എല്ലാവർക്കും വേണ്ടിയും ഞാൻ നന്ദി രേഖപ്പെടുത്തുന്നു. മികച്ച ഫാക്കൽറ്റികളെ കണ്ടെത്തി ഉപകാരപ്രദമായ ക്ലാസുകൾ നൽകി ജില്ലയിലെ മിടുക്കരായ വിദ്യാർത്ഥികളുടെ പ്രതിഭകൾക്ക് തിളക്കമേൽക്കാനും തിളക്കം കൂട്ടാനും അവരിലൂടെ ജില്ലയിലെ മൊത്തം വിദ്യാർത്ഥികളിലേക്ക് ഈ ജ്വാല പകർത്താനും എന്നെന്നും നമ്മുടെ ജില്ലാ നേതൃത്വത്തിന് കഴിയട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് അവരെ എല്ലാ നേതൃത്വത്തിലുള്ളവരെയും നന്ദി പറയുന്നു. കൂടാതെ നമ്മൾക്ക് സാങ്കേതിക സഹായം നൽകുന്ന യൂനിസ് സാറിനും മറ്റധ്യാപകർക്കും വിശിഷ്യ വിദ്യാർത്ഥികൾക്കും എല്ലാവർക്കും നന്ദി നന്ദി നന്ദി. പ്രമോദ് സാർ ഒരിക്കൽ കൂടി നന്ദി പറയുന്നു. താങ്ക് യു വെരി മച്ച്. അപ്പൊ ഞാൻ ലീവ് ചെയ്തോട്ടെ. ഇനി കാണാം. ഓക്കെ സാറേ, ശരി. പിന്നെ